റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വേദഭാഗം ഇന്ന് ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. 8-ന്റെ ഭയപ്പെടേണ്ടതിന് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മതി. വളരെ പരിചിതമായ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചന ഭാഗം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളായിരിക്കുന്ന നമ്മോട് തന്നെയാണ് പൗലോസ് ശ്ലീഹ നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറയുന്നത്. ആ റോമാലേഖനം എഴുതി തുടങ്ങുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് ആരെ അഡ്രസ്സ് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പൊ എഴുതുന്ന ആളെ പരിചയപ്പെടുത്തി. ഇങ്ങനെ ഒരാളാണ് എഴുതുന്നത്. ഇനി ആർക്കാണ്? റോമയിൽ ദൈവത്തിനും പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ എല്ലാവർക്കും എഴുതുന്നത്. നോക്കേ, അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായിട്ട് ഇട്ട പേരാണ് വിശുദ്ധന്മാർ. നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശുദ്ധന്മാരെ ആക്കുന്ന എങ്ങനെ? അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ പിടിച്ച് കണ്ണാടിക്കൂട്ടിൻ്റെ അകത്ത് കയറ്റി ഒരു ദിവസം അങ്ങ് പ്രഖ്യാപിക്കും, ഇത് വിശുദ്ധനാണ് എന്ന് അവർ പ്രഖ്യാപിച്ച് ഒരു ATM കൗണ്ടർ പോലെ ഏതെങ്കിലും കവലെ കൊണ്ടുവച്ച് ഒരു വഞ്ചിക്കുറ്റിയും വെച്ച് അവിടെ ഇരുത്തും. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായിട്ട് വിളിച്ച പേരാണ് വിശുദ്ധന്മാർ. അങ്ങനെ ഒരു പട്ടികയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഈ വിശുദ്ധന്മാരെന്ന പട്ടിക ഇല്ലാതെ നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമോ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാള് രക്ഷിക്കപ്പെടണമെന്നില്ല, സ്നാനപ്പെടണമെന്നും ഇല്ല. ചില ആളുകൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചർച്ചിലൊന്നും വന്നില്ലെങ്കിലും ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചതിനൊക്കെ ദൈവം മറുപടി, ഞാൻ ഇന്ന് വരെയും പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം എനിക്ക് മറുപടി തരുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചില കാഴ്ചകളൊക്കെ ദൈവം എന്നെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുന്ന ഒരാളാണ്. ആരാ? വായിച്ചേ. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു, പട്ടാളക്കാരൻ. അയാളെ കുറിച്ച്, അവൻ ഭക്തനും, നോക്കൂ, അയാളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ക്വാളിറ്റി. അവൻ ആരാണ്? അവൻ ഭക്തനാണ്. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. നോക്ക്, അവൻ ഭക്തനാണ്. 2, കുടുംബമായിട്ട് ദൈവ ഭയമുള്ളവനാണ്. അടുത്തത്, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. 3, ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ മനസ്സുള്ള, നന്മ ചെയ്യാൻ മനസ്സുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. അടുത്തത്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അത് നമുക്ക് പോലും ഇല്ലാത്ത ക്വാളിറ്റിയാണ്. എന്താണ്? എപ്പോഴും പ്രാർത്ഥിക്കുക. പട്ടാളക്കാരന് തീരെ സമയമില്ലാത്തൊരു മനുഷ്യൻ, എന്നാലും പ്രാർത്ഥിച്ചു പോന്നു. ഓക്കെ, അടുത്ത വാക്ക്. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, 4 ക്വാളിറ്റി ദൈവം പറഞ്ഞു. 1, അവൻ ഭക്തൻ. 2, കുടുംബമായി ദൈവഭയമുള്ളവൻ. 3, നന്മ പ്രവൃത്തി ചെയ്യുന്നവൻ. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. 5-ാമത്തെ ഒരു യോഗ്യത കൂടെ താൻ പ്രാപിച്ചു. ദർശനം കണ്ടു. എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു? സ്പഷ്ടമായി കണ്ടു. അപ്പൊ ദർശനത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്.
നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയടി, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരു ഓലമടൽ താഴോട്ട് വീഴുന്നത് കണ്ടു, ചക്ക പഴുത്തിരിക്കുന്നത് കണ്ടു, ഒരാന ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്ക്, ചക്കയും മാങ്ങയും തേങ്ങയൊന്നും അല്ല, ദർശനം എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. യോഹന്നാനോട് ചോദിക്കണം, പത്മോസിൽ കണ്ട ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായ തേജോമയനായ ക്രിസ്തു ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ നോക്ക, ദർശനം എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചക്കയും മാങ്ങയും തേങ്ങയും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് വേദപുസ്തകം പറയുന്നത് സ്വപ്നം എന്നാണ്. ഒരു സ്വപ്നം. യോസഫ് കണ്ടല്ലോ, നെൽക്കതിരും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ കണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്വപ്നം. സ്വപ്നത്തിന് വ്യാഖ്യാനം ആവശ്യമുണ്ട്, ദർശനത്തിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ ഈ 5ാമത്തെ ക്വാളിറ്റിയും പ്രാപിച്ച കൊർന്നേലിയോസിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞ വാചകം എന്താണെന്ന് ശ്രദ്ധിച്ചേ, വായിച്ചോ. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും, നിന്റെ പ്രാർത്ഥനയും നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികളും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം എവിടാ ഇരിക്കുന്നേ? ദൈവം എവിടാ ഇരിക്കുന്നേ? എവിടാ ദൈവം എവിടാ വസിക്കുന്നേ? അത്യുന്നതൻ സ്വർഗത്തിൽ വസിക്കുന്നു. അപ്പൊ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ഇടത്ത് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയും നന്മ പ്രവൃത്തിയല്ല എവിടെ എത്തി? സ്വർഗത്തിൽ എത്തി. നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ പിന്നെ 21 ദിവസം ഉപവാസത്തിലിരുന്ന് പവർ വിഷനെ കാണുന്ന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അതിനെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടയുന്ന മണ്ഡലങ്ങളെ വെട്ടി പൊട്ടിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിശാചം തടഞ്ഞില്ല, ഒരു പ്രശ്നവും ഇല്ല. അവന്റെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ എത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. പക്ഷെ വന്നിട്ട് അടുത്ത വാക്കെന്താ പറഞ്ഞത്? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ ശ്രദ്ധിച്ചേ. 5 യോഗ്യതയുള്ള മനുഷ്യന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, പട്ടാളക്കാരനോട് പറയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ചിട്ട് പത്രോസ് എന്ന് പറഞ്ഞൊരു ഉപദേശി അവിടെ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, തോൽക്കൊല്ലന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, അവനെ നിന്റെ വീട്ടിലോട്ട് ഒന്ന് വിളിപ്പിക്കണം. എൻ്റെ ഒരു ചിന്ത പറയാം. ഇവിടെ ഈ സന്ദർഭത്തിൽ കൊർന്നേലിയോസിന് വേണമെങ്കിൽ ദൂതനുമായിട്ട് ഒന്ന് പിണങ്ങാം. എന്താ കാര്യം? അവന് തിരിച്ചു പറയാൻ ചില കാര്യങ്ങളുണ്ട്. 1, ഞാൻ ആരാണ്? ഭക്തനാണ്. 2, കുടുംബത്തോടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 3, പുണ്യപ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ചെയ്യുന്നവനാണ്. 4, എപ്പോഴും. ഇതെല്ലാം പോരാ, എൻ്റെ പ്രാർത്ഥന എൻ്റെ പുണ്യപ്രവൃത്തികളൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. അങ്ങനെയുള്ളപ്പോൾ ഇനി ഈ പട്ടാളക്കാരനായി ഞാൻ എൻ്റെ കുടുംബത്തിൽ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരുത്തനല്ലേ ഈ പത്രോസ് എന്ന് പറയുന്നത്. പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്നേ, ഇപ്പം എങ്ങാണ്ട് വെള്ള ചൂപയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ഉപദേശിയല്ലേ? അങ്ങനെയുള്ളവനെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട ആവശ്യം എന്താ? ഓൾറെഡി എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. മറുപടിയായിട്ട് ദൂതനെ എൻ്റെ വീട്ടിൻ്റെ അകത്തും അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആർക്ക് ചോദിക്കാം? കൊർന്നേലിയോസിന് ചോദിക്കാം. ചോദിച്ചാൽ സ്വർഗത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നറിയോ? കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ബട്ട് നീ അവിടെ എത്തത്തില്ല. പിടികിട്ടിയോ? ഇത്രയും ക്വാളിറ്റിയുള്ള, ഇത്രയും നന്മയുള്ള നീ ഒരിക്കലും എവിടെ പോകരുത്? നരകത്തിൽ പോകരുത്. നീ എവിടെ എത്തണം? അതിനാണ് ഉപദേശിയെ വിളിപ്പിക്കാൻ പറഞ്ഞത്. ഇനി കേട്ടോണേ, പത്രോസ് വന്നു, ദൈവവചനം പ്രസംഗിച്ചു. അപ്പൊ അവിടെ കൂടിയിരുന്നവരൊക്കെ പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ വന്നത് ഉപകാരം. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടിയിരിക്കുന്ന, നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. പത്രോസ് വന്നു, ദൈവവചനം പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചു? 44-ാം വാക്യം.
10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അടുത്തത്, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മദാനം ജാതികളുടെ മേലും പകർന്നതു കണ്ടു വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഈ 5 ക്വാളിറ്റി ഓൾറെഡി ഉള്ള മനുഷ്യന്റെ മേലും എന്തില്ലായിരുന്നു? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഭക്തനായി ജീവിക്കാനോ നന്മ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനോ ഇതിനൊന്നും ആരുടെ സഹായം വേണ്ട? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിച്ച് നിത്യതയിലെത്താൻ സഹായിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പൊ നിത്യതയ്ക്കുള്ള യോഗ്യതയിലേക്ക് അവർ കടന്നു വന്നത് എപ്പോഴാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവകൃപയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെയും പ്രാർത്ഥിച്ചതെല്ലാം ദൈവം എനിക്ക് മറുപടി വന്നെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മറുപടിയൊക്കെ കിട്ടും. മേപ്പോട്ട് പോകണമെങ്കിൽ ദൈവ കൽപ്പന അനുസരിച്ച് ദൈവകൃപയിൽ ജീവിക്കണം. അതാണ് നമ്മൾ ഇന്ന് സങ്കീർത്തന ഭാഗത്തിലൂടെ കണ്ട ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ പ്രമാണം. ഞാൻ വേദഭാഗം കർത്താവിന്റെ ദാസൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ചിന്തയിലേക്ക് ഓടിക്കയറാം. 1 യോഹന്നാൻ 5:3 ഒരു വാക്യം കിടപ്പുണ്ട്. ആ സങ്കീർത്തനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇണവാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെയും നിന്റെ കൽപ്പനകളെയും പ്രമാണിക്കണമേ, അതിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ദൈവാത്മാവ് ചിന്തിപ്പിച്ചൊരു വാക്യം അതാണ്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അടുത്ത വാക്കെന്താ? അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം 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 എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും സ്തോത്രം വരുന്നില്ല. ഞാൻ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു എടുക്കപ്പെട്ടതുപോലെ എല്ലാവരും മൗനം പാലിച്ചു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വേദപുസ്തകം പറയുന്നു, നമുക്ക് ചുമക്കാൻ പറ്റാത്ത കൽപ്പനകളൊന്നും നമ്മുടെ തലയിൽ ദൈവം വെച്ചിട്ടില്ല. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഒരു ഭാരമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ദൈവത്തിന്റെ കൽപ്പന ഒന്നും ഭാരമുള്ളതല്ല. നിങ്ങൾ ഇനി വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചില വചനങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സ്തുതിയും സ്തോത്രവും ഒന്നും ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മൾ പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കൂടെ വരിക. അപ്പൊ നമുക്ക് ഈ ഇഷ്ടം തോന്നുന്നത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. ദൈവത്തിന്റെ വചനത്തെ മുഴുവനായി ഇഷ്ടപ്പെടാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ എപ്പോൾ വരുന്നോ അപ്പോഴാണ് നമ്മളൊരു ആത്മീയ മനുഷ്യനായി മാറുന്നത്. ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി ഇഷ്ടപ്പെടുവാൻ, പൂർണ്ണമായി പഠിക്കുവാൻ, പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ വരണം. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പണ്ട് നാട്ടിൽ പറയും, പൂച്ച ഏതായാലും എലിയെ പിടിച്ചാൽ മതി. പൂച്ച ഏതോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്താൽ മതി? എലി ശല്യം തീർന്ന് കിട്ടിയാൽ മതി. ഇപ്പം കറുത്ത പൂച്ച വേണം, വെളുത്ത പൂച്ച വേണം, വണ്ണം കൂടിയ പൂച്ച വേണം, വണ്ണം കുറഞ്ഞ പൂച്ച, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പൂച്ച ഏതായാലും നമുക്ക് എലി ശല്യം തീർന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ പോലെ ആര് പ്രസംഗിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടാൽ മതി, ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നമുക്ക് ചുമക്കാൻ പറ്റാത്ത ഒരു കൽപ്പന. ഞാൻ പറയട്ടെ, ഒരു ഹോട്ടലിൽ റൂം എടുത്ത ഒരു കുടുംബം, പിക്നിക്കിനായി കടന്നുപോയി ഒരു ഹോട്ടലിൽ റൂം എടുത്ത ഒരു കുടുംബം നോക്കിയേ, ആ ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് തന്തയും തള്ളയും മക്കളും കൂടെ ഇറങ്ങി രാവിലെ ഇറങ്ങി കിടന്നാൽ ചിലപ്പം പോത്ത് കിടക്കുന്ന പോലെ വൈകുന്നേരം വരെ വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കിടക്കും. അങ്ങനെയുള്ളവരോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒന്ന് മുങ്ങി കുളിക്കാൻ പറയുമ്പോഴത്തേക്ക് വലിയ പാടാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൽ കിടന്ന് കുളിക്കാം, പക്ഷേ ദൈവകൽപ്പന ആകുന്ന സ്നാനത്തിലേക്ക് നയിക്കപ്പെടാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഭാരമുള്ളൊരു കാര്യമാണോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുളിക്കുന്ന ഒരാളോട് ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഒരു നേരം ഒന്ന് കുളിക്കാൻ പറഞ്ഞാൽ വലിയ ഭാരമുള്ള കാര്യമാണോ? അല്ല. അത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ളതായതുകൊണ്ടാണ് അത് ഭാരമായിട്ട് തോന്നുന്നത്.
അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയും ഭാരമുള്ളതല്ല. റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെയും ഭയപ്പെടരുത്. ഭയപ്പെടരുത് എന്നാണ് പറയുന്നത്. നാം വിവിധ മേഖലകളിലെ ഭയം കൊണ്ട് നടക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്ന ചിന്താവിഷയം എന്തിൽ ഭയപ്പെടരുത്, എന്തിനെ ഭയപ്പെടണം. ഈ രണ്ട് ചിന്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. 8-ാം അധ്യായം എഴുതി തുടങ്ങുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിൽ, ആ വാക്ക് ശ്രദ്ധിക്കണം, ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഏതാ ഈ ക്രിസ്തുവേശുവിൽ ഉള്ളവർ? അതാരാ? ഇപ്പൊ സഞ്ചിയിൽ എന്ന് പറഞ്ഞാൽ സഞ്ചിക്ക് അകത്തോ പുറത്തോ? അകത്ത്. കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ കുപ്പിക്കകത്ത്, അല്ലേ? അപ്പൊ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ നാം യേശുക്രിസ്തുവിനകത്താകുകയും യേശുക്രിസ്തു നമ്മുടെ പുറത്ത് ധരിക്കുകയും. അതിനാ വേദപുസ്തകം പറഞ്ഞ സ്നാനത്താൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിൽ കവർ ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്ക് ഭക്തൻ വരിക. അതാണ് ഇവിടെ കൊച്ചു സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ കേട്ടെങ്കിൽ പറ, എത്ര പേര് കേട്ടെന്ന്. ആ കൊച്ചു സാക്ഷ്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞേ? ഒരുവൻ ക്രിസ്തുവിലായാൽ, അപ്പൊ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അതാ പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ നമ്മൾ സ്വയം പരിശോധിക്കണം, ഞാനിപ്പോൾ ക്രിസ്തുവിന്റെ അകത്താണോ, ഞാൻ പരിധി വിട്ട് പുറത്താണോ നിൽക്കുന്നതെന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത്. വചനം കേൾക്കുമ്പോൾ ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അത് നമുക്കറിയാം. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ഇനി നമ്മൾ ആരെ അനുസരിച്ച് ജീവിക്കണം? ജഡത്തെ അനുസരിച്ചല്ല, പിന്നെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിലനിൽക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് കൃത്യമായ ആലോചനകൾ ഇടപെടും. ഇല്ലാത്ത ഒരുത്തൻ പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ട് US പോകുന്ന സമയത്ത്, അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത്, അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെയാണല്ലോ കാണുന്നത്. അവിടെ മീറ്റിങ്ങിന് കാറിൽ ഒരാൾ എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒട്ടുമിക്ക കാറുകളിലും ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഈ വിഷയത്തോട് ബന്ധപ്പെട്ടായതുകൊണ്ട് അത് പറയുന്നത്. ഒട്ടുമിക്ക കാറുകൾ, നമ്മളെല്ലാം ഇവിടുത്തെ കാറിൽ നമ്മൾ കയറുന്ന ഉടനെ മൊബൈൽ എടുത്ത് അവിടെ എവിടെയെങ്കിലും കൊളുത്തിയിടുന്ന പരിപാടി നമ്മൾ നാട്ടിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഒട്ടുമിക്ക കാറുകളിലും ആദ്യം എടുത്തു വെക്കുന്നത് GPS ആണ്. എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ്. റോഡ് എങ്ങോട്ട് നോക്കിയാൽ എങ്ങോട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. വീട്ടിൻ്റെ നമ്പർ അതിനകത്ത് അടിച്ചു ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് നമ്മൾ നിർത്തും. GPS നാവിഗേഷൻ്റെ അത് സെപ്പറേറ്റ്, മൊബൈൽ അല്ലാതെ സെപ്പറേറ്റ് ഒരു പെട്ടി പോലൊരു സാധനം വാങ്ങാൻ കിട്ടും. ചിലർ മൊബൈൽ യൂസ് ചെയ്യും, ചിലർ നാവിഗേഷൻ. ഇതെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ കാഴ്ചക്കാരനായി ഇരിക്കുന്നുണ്ട്, ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, ഓരോ റോഡിലേക്ക് വണ്ടി കയറുമ്പോഴും ആ റോഡിൽ അനുവദിക്കപ്പെട്ട സ്പീഡ് ലിമിറ്റ് എത്ര ആണെന്ന് ഈ GPS-ൻ്റെ അകത്ത് ഇങ്ങനെ വട്ടത്തിൽ സൈഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് ശ്രദ്ധിക്കുക. അപ്പം ഈ സ്കൂള് അതുപോലൊക്കെ ഉള്ളിടത്ത് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കുന്ന 40 ലിമിറ്റ് 60 ലിമിറ്റ് എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടു, നമ്മുടെ സമയം പോയതുകൊണ്ട് യോഗത്തിന് പെട്ടെന്ന് പോവുക നമ്മൾ. അപ്പം 60 കിലോമീറ്റർ സ്പീഡ് അനുവദിച്ചിട്ടുള്ള റോഡിലൂടെ സമയം പോയതുകൊണ്ട് ഈ സഹോദരൻ എന്ത് ചെയ്യുക, ഇച്ചിരി സ്പീഡിൽ വിട്ടു. അപ്പം ഞാൻ നോക്കുകയാണ്, 60 എന്നുള്ളിടത്ത് ഈ GPS-ൻ്റെ അകത്ത് 60 കഴിഞ്ഞ് 61 അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ബീപ്പ് 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 എന്ന് പറഞ്ഞ് ഇത് കടന്ന് നിലവിളിക്കുക. ഏത് GPS കടന്ന് കീ നടിക്കുക. അപ്പോൾ ഈ സഹോദരൻ ആക്സിലേറ്ററിൽ നിന്ന് കാല് വയ്യ ഒന്ന് സ്ലോ ആക്കുമ്പോൾ ഇത് 60 നിന്ന് താഴോട്ട് വരുന്നു. ആ ബീപ്പ് എന്ത് ചെയ്തു? നിന്നു. ശ്രദ്ധിച്ചോണേ, മുന്നറിയിപ്പ്. പക്ഷെ എന്നിട്ടും സമയം പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും അങ്ങോട്ട് ചവിട്ടി വിട്ടപ്പോൾ
ഈ 60 എന്നുള്ളത് 61-ലായപ്പോൾ ബീപ്പ് കേൾക്കാൻ തുടങ്ങി, 62 ബീപ്പ് കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 63, 64, 65 കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവന്റെ ബീപ്പ് എന്ത് ചെയ്തു? നിന്നു. ശ്രദ്ധിക്കണം, ഇപ്പോൾ പോകുന്നത് തെറ്റാണ് എന്നൊരു മുന്നറിയിപ്പ് GPS കൊടുത്തു. അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പിന്നെയും സ്പീഡ് കൂട്ടി പോയപ്പോൾ GPS മൗനം പാലിച്ചു. അതൊരു മനുഷ്യനാണെങ്കിൽ പറയും, ചെന്ന് കയറിക്കൊടുറ, ടിക്കറ്റ് കിട്ടുമ്പോൾ പഠിച്ചോളൂ. അല്ലേ? നോക്കൂ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്നത് ഇതുപോലെയാ. നമ്മളൊരു തെറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് കൃത്യമായി ചങ്കിനകത്ത് കുത്തും. നീ ഒരു ദൈവവൈതലാണ്, ഇത് ചെയ്യരുത്, ഇത് പറയരുത്, ഈ വഴി പോകരുത്. അവിടെ കൊണ്ട് നമ്മൾ പുറകോട്ട് കാല് വെച്ചാൽ ശുഭമായി മുന്നോട്ട് പോകും. എന്നാൽ ആ ദൈവശബ്ദം മൈൻഡ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കയ്യും കാലും പിടിച്ച് കെട്ടിയിടാനൊന്നും ദൈവാത്മാവ് വരത്തില്ല. അവിടെ പിന്നെ മൗനം പാലിക്കും. പോയി ചെന്ന് കിട്ടുന്നത് മേടിച്ച് പഠിച്ചോ. ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം, അറ്റ്ലീസ്റ്റ് നമ്മൾ മലയാളികളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പുറത്തുകാരൻ ചോദിക്കുക എവിടെ പോകും. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ താമസിക്കുന്ന വീട് കുണ്ട്രയാണ്. എനിക്ക് കൊല്ലത്ത് വരെ, ടൗണിൽ വരെ പോകാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അയലത്തുകാരൻ ചോദിക്കുക പക്ഷേ എവിടെ പോകുന്നു? അപ്പം ഞാൻ പെട്ടെന്ന് പറയാണ് അതുകൊണ്ടാ കുണ്ട്ര വരെ പോകുന്നു. ഞാൻ എവിടെ പോകുന്നേ? കൊല്ലത്തിന്. അപ്പം ഞാൻ പെട്ടെന്ന് പറയാം കുണ്ട്ര വരെ പോവാം. അത് പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു കുത്തം തീയും വരും. ഉടനെ നമ്മൾ പറയും അല്ല അതുവഴി കൊല്ലം വരെ ഒന്ന്. പെട്ടെന്ന് നമുക്കത് തിരുത്തി നമ്മൾ പറയുന്ന ഒരു വെപ്രാളം നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാത്. ഒരു ചെറിയ കള്ളം പറയുമ്പോൾ പോലും ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലാത്ത ഒരാളും ദൈവമക്കളായിട്ടില്ല. നിങ്ങൾ സ്വയം പരിശോധിച്ചാൽ മതി. ചെറിയൊരു കാര്യം നമ്മളെ അത് പിന്നെ കുത്തിക്കൊണ്ടിരിക്കും, അലട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറും. വളരെ കൃത്യമായി, ഇത്രയും കൃത്യമായി ദൈവാത്മാവ് ഇടപെട്ട് നടത്തിയിട്ടും ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തിന്റെ മോഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ ഇവിടെ പറയുന്നു ജഡത്തെ അനുസരിക്കുന്നവൻ മരിക്കും നിശ്ചയം. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെയും ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാനുള്ള ഒരു ഓട്ടം നമ്മൾ ഈ ഭൂമിയിൽ ഓടിയാൽ ചെന്ന് വീഴുന്നത് ഏത് മരണം? ഇവിടെ പറയുന്ന മരണം എന്താ? രക്ഷിക്കപ്പെട്ടവന് ജഡത്തിലുള്ള ശരീരത്തിലുള്ള മരണം ഭയമല്ല, അത് പ്രത്യാശയാണ്. ജഡത്തിലുള്ള മരണം ഭയമല്ല. കാരണം ഈ കൂടാരം പൊളിഞ്ഞെങ്കിൽ കർത്താവിൻ്റെ അടുക്കലെത്താൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഭയപ്പെടുന്ന ഒരു മരണമുണ്ട്, രണ്ടാമത്തെ മരണം, നിത്യനരകം. അല്ലേ? ഇപ്പൊ ഇവിടെ പറയാം ജഡത്തിന്റെ ചിന്തയനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരണം, ജഡത്തിന്റെ ചിന്ത മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അടുത്തത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡത്തിന്റെ ചിന്ത നമ്മളെ പിടിച്ചു മുറുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ആരായി മാറിക്കഴിഞ്ഞു? ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ദൈവത്തിന് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ഭൂമിയിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശത്രുവല്ല. ദൈവത്തിന്റെ ശത്രു ആരേ ഉള്ളൂ? പിശാചേ ഉള്ളൂ. അപ്പോൾ നാം ഇവിടെ ജഡത്തിന്റെ ചിന്തയ്ക്കായി ജീവിക്കുന്നെങ്കിൽ നമ്മൾ ട്രാക്ക് മാറി ആരുടെ പാതയിലേക്ക് പോകുന്നു? പിശാചിന്റെ പാതയിലേക്ക് പോകുന്നു. കൃപയിൽ നിന്ന് വീണ് പോകുന്നു. അതുകൊണ്ട് ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ ഒരു വിധപ്പെട്ട ആകുലകളൊക്കെ അവിടെ തീരും. നമ്മൾ ജഡത്തിനായി ചിന്തിക്കുമ്പോൾ ആണ് നമുക്ക് ഈ പലത് ഉണ്ടാക്കണം, പല കാര്യങ്ങൾ തലയ്ക്കകത്ത് കയറി പ്രാന്താവുന്നു. ദൈവത്തിനുള്ളത് ചിന്തിച്ചങ്ങ് മുന്നോട്ട് പോയാൽ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ ജഡത്തിനുള്ളത് ചിന്തിക്കുക, എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, ഭൗതികമായ പലവിധമാകുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സർജറിയിലൂടെ കടന്നുപോയി. 3 മാസം 4 മാസം വീട്ടിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല, അതുകൊണ്ട് തന്നെ വേറെ വരുമാന മാർഗ്ഗമില്ല, വീട്ടിൽ കുത്തിയിരുന്നു.
കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കണം, വണ്ടിയുടെ ഫിനാൻസ് മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പ്രതിസന്ധി ഇങ്ങനെ തലയെ കൂടെ ഓടുക. ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണ്, ഇതൊന്നും ആത്മീയ വിഷയമല്ല. ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണ്. ഇതെല്ലാം തലയിലിട്ട് പുകഞ്ഞിട്ട് ബഹ്റിനിലോട്ട് വന്നിറങ്ങുമ്പോൾ ജഡത്തിനുള്ളത് ചിന്തിച്ചാൽ ഇതെല്ലാം അപ്പനെന്ന നിലയിൽ തലേ കിടന്ന് ഓടുക അല്ലേ? ഇതെല്ലാം തലേ കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ ജഡത്തിനുള്ളത് ചിന്തിച്ചാൽ, അത്യാവശ്യം ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉടനെ നമ്മുടെ തലച്ചോറ് പറയും കുഴപ്പമൊന്നുമില്ല, 2 ദൂതൊക്കെ അടിച്ച് നമുക്കിവിടെ ഉള്ള 2 ദൂത് ഒരു വീട്ടിൽ അടിച്ചാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം വരും. അപ്പോൾ എങ്ങനെ? അപ്പോൾ നമുക്ക് സൈക്കോളജി, നമ്മുടെ തലച്ചോറിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യും. ദൂതടിക്കുക. അപ്പം ഇതൊക്കെ അറിയാവോന്നാ? അറിയാം. വേറൊന്നുമല്ല. ഇപ്പം നമ്മളിവിടെ 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. 1 മണിക്കൂർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചല്ല പ്രസംഗിക്കുന്ന, കണ്ണ് തുറന്നാ പ്രസംഗം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു സഹോദരി ഇടയ്ക്കിടയ്ക്ക് കാല് മടക്കി വെക്കുന്നു, പിന്നെ കാല് തിരിഞ്ഞിരിക്കുന്നു, പിന്നെ ഇങ്ങനെ നൂത്ത് വെക്കുന്നു. അപ്പോൾ നമുക്കെന്തോ മനസ്സിലായി, കാലിൻ്റെ മുട്ടിന്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി കണ്ണു അടച്ച് തലയിൽ ചെന്ന് കൈവച്ചിട്ട്, സഹോദരി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ടേ ആരാധിപ്പിക്കത്തില്ലെന്ന് പോരടിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ആഴിയട്ടെന്ന് പറഞ്ഞാൽ സഹോദരിക്ക് സമാധാനമായി. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറയും. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് അച്ഛനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളി പ്രാർത്ഥന അങ്ങോട്ട് പുള്ളിക്ക്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചങ്ങ് പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇരുന്നിട്ട് കോമൺ ആയിട്ട് നമുക്ക് ദൂതടിക്കാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ പറയും അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട്, അത് പറയേണ്ട ശൈലി പറഞ്ഞാൽ മതി. അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഇടപെട്ടിട്ട് മൊർദെഖായിക്ക് വിരോധമായി എഴുതി വെച്ചിരുന്ന രേഖകൾ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതിയതുപോലെ ഈ ബഹ്റിൻ രാജ്യത്ത് നിനക്കെതിരായി അധികാരിയുടെ മേശപ്പുറത്തിരിക്കുന്ന ചില എഗ്രിമെന്റുകൾ, ചില പേപ്പറുകൾ തിരുത്തപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ആത്മാവിൽ അങ്ങോട്ട് സ്പ്രിങ്ങലാകും. അത് കഴിയുമ്പം മിനിമം 2-3 പേര് വന്നിട്ട് പറയും, പക്ഷേ എൻ്റെ വലിയൊരു ബിസിനസ്സിൻ്റെ പ്രോജക്റ്റ് ഇവിടെ ഇരിക്കുക, അത് എനിക്കുള്ള ദൂതായിരുന്നു എന്ന് പറയും. പിന്നെ അവരെ വീട്ടിലോട്ടും പോകാം. അപ്പം ഇങ്ങനെ ജഡത്തിനായി ചിന്തിച്ചാൽ ഇതൊക്കെ അടിച്ച് അത്യാവശ്യമുള്ളത് ഒപ്പിച്ചുകൊണ്ട് ഇവിടുന്ന്, ഞാൻ ഈ 5 ദിവസം ഇവിടെ പ്രസംഗിച്ചത് ഓർത്താൽ വെല്ലവും തരാൻ വെച്ചവൻ പോലും മനസ്സിലായി. ഈ 5 ദിവസം എന്നെ സഹിച്ചിരുന്ന നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ, അത് ഞാൻ സമ്മതിച്ചു. കാര്യം നിങ്ങൾക്ക് അവാർഡ് തരണം. അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റുന്ന അല്ല നമ്മൾ ഈ 5 ദിവസം ഇവിടെ കേട്ടത്. പക്ഷെ അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്, അപ്പം നമ്മൾ ആത്മാവിനായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ജഡത്തിനായി ചിന്തിച്ചാൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം, ഇതിപ്പോൾ ഞാൻ 1-2 പറഞ്ഞോളൂ. ഇതുപോലെ എന്തെല്ലാം ട്രിക്കുണ്ടെന്നറിയാവോ? 23 വർഷം പെന്തക്കോസിൻ്റെ അകത്ത് നിന്ന് കണ്ടും കേട്ടും പഠിച്ച ട്രിക്കുകളാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെ ഒത്തിരി ട്രിക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ജഡത്തിനായി ചിന്തിച്ചാൽ എന്ത് ചെയ്യാം? നമുക്കിങ്ങനെയൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു മനുഷ്യനെ പറ്റിച്ചുണ്ടാക്കുന്ന ഒരു 10 രൂപ പോലും നമ്മുടെ തലമുറ അനുഭവിക്കത്തില്ലെന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിലത് വരും, ബാങ്കിൽ കൂടും. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് അത് ഇല്ലാതായി പോകാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയണം. ഒരിക്കൽ ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് എന്ത് ചെയ്തില്ല? നത്തോലി പോലും. ആളിനെ അറിയാവോ? ആരാ? പത്രോസ്. പുള്ളി അധ്വാനത്തിനൊരു കുറവുമില്ല. പക്ഷെ ബാലൻസ് വാട്ടപ്പൂജ്യം അല്ലേ? ഓട്ടസഞ്ചി എന്ന് പറയുന്ന പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ച് നത്തോലി പോലും കിട്ടില്ല. പുള്ളി ഇങ്ങനെ വല്ലാണ്ടൊക്കെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് വല കഴുകുകയാണെന്നാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ? വല കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി വല്ലാത്ത ഭാരം പുള്ളിക്കുണ്ടാവും. കാരണം പിന്നെ വൈകിട്ട് ബ്ലേഡുകാരൻ കയറി വരത്തില്ലേ? ആരാ? സക്കായി. പുള്ളി പിന്നെ ബ്ലേഡുകാരൻ വരും, സക്കായി. പുള്ളിക്ക് എന്ത് കൊടുക്കും? വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ നടക്കും, കൊച്ചുങ്ങളുടെ കാര്യം അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് കർത്താവ് അടുത്തോട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ അടുത്ത് വന്നിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ആണ്, അഥവാ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാടൊന്നും അപ്പോഴാർക്കില്ല. അപ്പോൾ കിട്ടിയിട്ട് അത് പിന്നെയാ. അപ്പം പത്രോസിന്റെ ചിന്തയിൽ ഇതാരാ? നസറേത്തുകാരൻ അല്ലേ? നസറായൻ, ഉപദേശി എന്ന് പറയും. പുള്ളി വന്നിട്ട് പത്രോസിനോട് ചോദിക്കുക, പത്രോസെ, നിന്റെ പടകിൽ ഇച്ചിരി സമയം വചനം സംസാരിക്കാൻ സ്ഥലം വേണം. കർത്താവ് അനുവാദം ചോദിക്കാതെ ചാടിക്കയറിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് ദൈവവചനം. മര്യാദയ്ക്ക് തുറന്നില്ലേ ഞാൻ ചവിട്ടി തുറന്നകത്ത് വരുമെന്നാണോ? ആണോ?
അല്ല. ആരെങ്കിലും തുറന്ന അപ്പോൾ അതൊരു അനുവാദത്തിൻ്റെ ലക്ഷണമാണ്. കർത്താവ് അനുവാദമില്ലാതെ ഓടിച്ചെന്ന് ചാടി കയറുന്ന ആളൊന്നും ആയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ചിന്ത പറഞ്ഞ് ഒന്ന് വചനം അപ്പം നോക്കെ, ഈ പടകിനെ വേദപുസ്തകത്തിൽ പലയിടത്തും കുടുംബത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. ഒരു കുടുംബജീവിതം ഒരു പടക് എന്ന നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോലി പോലും കിട്ടാതെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കുന്നവൻ്റെ അടുത്ത് ഉപദേശി വന്നിട്ട് ചോദിക്കുകയാണ്, വീട്ടിലൊരു പ്രാർത്ഥന എന്നതുപോലെയാണ് ഈ സംഭവം. അപ്പം എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പൗലോസ് പത്രോസിന് വേണം 2 മറുപടി പറയാം. ഒന്നുകിൽ പിന്നെ ഇങ്ങനെ പറയാം, എന്താ ഉപദേശി, മനുഷ്യൻ ഇവിടെ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വീട്ടുകാരും എങ്ങനെയാണെന്ന് ചിന്തിച്ചോണ്ടിരിക്കും, അങ്ങേര് പ്രാർത്ഥന വെക്കാൻ കയ്യിൽ നിന്ന് മേടിക്കാൻ പോയെ എന്ന് വേണം ദേഷ്യപ്പെട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ പെന്തക്കോസുകാർ പറയുന്ന പോലെ ഇച്ചിരി സോഫ്റ്റായിട്ട് പറയാം, പാസ്റ്ററെ നമുക്ക് പ്രാർത്ഥന വെക്കാം, പക്ഷേ ഇപ്പം വേണ്ട. അതെന്നാ, ഒരു ചാകര വരട്ടെ, ഒരു ചാകര വരും പാസ്റ്റർ, ഒരു ചാകര വരട്ടെ. ഒന്നും ഇല്ലേലും വരുന്നവർക്ക് ഒരു ഗ്ലാസ്, എന്താ ആരും ഉണ്ടാത്ത, ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊടുക്കാൻ. അപ്പം അതൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് വീട്ടിൽ പ്രാർത്ഥന. ആയുസിലൊട്ട് ആവത്തും ഇല്ല, ഉണ്ടായിട്ട് ചെയ്യാനിരിക്കുക, ഉണ്ടാകത്തുമില്ല, നടക്കത്തുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ശൂന്യമായ പടക വചനം പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തേ. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മുടെ ഭവനത്തിൽ ദൈവവചനം വെളിപ്പെടേണ്ടത്. ശൂന്യത മാറി പടക് നിറഞ്ഞ കണ്ടോ, ശൂന്യമായിരുന്ന പടക് വചനം പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തു. അത് നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ഒരു പോയിന്റ് പറയാനാ. അങ്ങനെ വചനം ഉപദേശിച്ച് തീർന്നപ്പോൾ, സംസാരിച്ച് തീർന്നപ്പോഴെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സംസാരിച്ച് തീർന്നപ്പോൾ ശിമോനോട് ആഴത്തിലേക്ക് വല ഇറക്കാൻ പറഞ്ഞു. അവൻ പോയി വല വീശി, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ അടുത്തുള്ള പടകിലുള്ള ആളുകളെ കൂടെ വന്ന് സഹായിപ്പാൻ മാടി വിളിച്ചു. അവരെല്ലാം വന്ന് പടക് മുങ്ങുമാറാകോളം വേണ്ടുവോളം നിറച്ചു. അടുത്ത വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചേ. അവരടുത്തുള്ള പടകുകളിലുള്ള ആൾക്കാരെ കൂടെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 പൊങ്ങുമാറാകോളം വേണ്ടുവോളം നിറച്ചു. അതിൻ്റെ അടുത്ത വാക്കാണ് ഞാൻ പറഞ്ഞ വായിക്കാൻ. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. നിൽക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഇച്ചിരി നേരം ഈ പത്രോസിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ജിജോ ബ്രദറിനെ നിർത്താൻ പോവാം. ഈ പേര് പുള്ളിയുടെ അറിയുന്നതുകൊണ്ടായി എന്ത് പറഞ്ഞാലും പുള്ളിയെ ഉദാഹരണം എടുക്കുന്നത്, വിരോധമൊന്നും ഉള്ളതുകൊണ്ടല്ല, പേരറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ, പത്രോസിൻ്റെ സ്ഥാനത്ത് ജിജോ ബ്രദർ നിർത്തുക. സത്യസന്ധമായ മറുപടി പറയണം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോല് പോലും കിട്ടിയില്ല. ഹൃദയം ഭാരപ്പെട്ട് വല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഉപദേശി വന്നു പ്രാർത്ഥിച്ച് നത്തോല് പോലും ഇല്ലാത്ത പടകിൽ നെമ്മീൻചൂര കിടന്ന് പെട്ടയ്ക്കുന്നു, അല്ലേ? ചാകര നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ആളുകളെല്ലാം അവരെല്ലാം വാരി വലിച്ച് നിറയ്ക്കാൻ എല്ലാവരും ഓടിക്കൂടി ഇങ്ങനെ നിൽക്കുക. സത്യസന്ധമായി പറ, മലയാളി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ജിജോ ബ്രദറെ എങ്ങോട്ട് വീഴും? എങ്ങോട്ട് ആരാ പറഞ്ഞു? മീൻ്റെ നെഞ്ചത്തോട്ട് അല്ലേ? അങ്ങോട്ട് അല്ലേ? എവിടാ പത്രോസ് വീണേ? ലഭിച്ച നന്മയുടെ പുറത്തല്ല വീണേ, അത് തന്നവന്റെ കാൽക്കൽ വീണു. മനസ്സിലായോ? അത് ലഭിച്ച നന്മയുടെ പുറത്തല്ല വീണത്, അത് തന്നവന്റെ കാൽക്കൽ വീണു. എന്താ കാര്യം എന്നറിയാമോ? ഇത് കിട്ടുന്നതിന് മുമ്പ് എന്തായിരുന്നെന്ന് തലച്ചോറിനകത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഇന്ന് ഒരു നത്തോല് പോലുമില്ലാത്ത അവസ്ഥയിൽ ദൈവകൃപയിൽ ഇറങ്ങി ഈ മഹാരാജ്യത്ത് വന്ന് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്ന് അറിയാതെ, ഒരു സൈക്കിൾ കിട്ടുമോ, ഒരു 2 വീലർ കിട്ടുമോ, ഒരു കാർ കിട്ടുമോ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഇടത്ത് നിന്ന് ഇന്ന് ദൈവം സകല നന്മകളും തന്ന് മാനിച്ചപ്പോൾ അത് തന്ന കർത്താവിനെ മറന്നിട്ട് ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന അനുഭവത്തിലാണ് ദൈവമക്കൾ എന്ന് പറയുന്നവർ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നത്തോലി ഇല്ലായിരുന്നു, ഇപ്പോൾ നെമ്മേഞ്ചൂര കിട്ടി, സ്ഥിതിയൊക്കെ മാറിയപ്പോൾ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല. എങ്ങനെയുണ്ട്? മുമ്പത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച്. നാട്ടിലും ചില മലയാളികളുണ്ട്, പാസ്റ്റർ 1 സെന്റ് ഭൂമി പോലും ഇല്ല, പ്രാർത്ഥിക്കണം, ചാവുക എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ പാസ്റ്റർ ഉപവസിച്ച്, സഭ ഉപവസിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച് 1 സെന്റ് വസ്തു ഇല്ലാത്തവന് 1 ഏക്കർ റബ്ബർ കൊടുത്തു. ഇപ്പം പുള്ളിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, വെട്ടാൻ പോകണമെന്ന്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ കേട്ടോ.
ഇത് ചിന്തയുടെ ഭാഗമല്ല, കയറി വന്നതുകൊണ്ട് പറഞ്ഞതാ. ചിലപ്പോൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ മനസ്സിലായിക്കോണം. ഇവിടെ വന്ന നാൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അത് തന്ന സകല നന്മയും തന്ന ദൈവത്തെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഭൗതികമായ ചിന്തയാണെങ്കിൽ പത്രോസ് വീഴേണ്ടത് പടകിലേക്കാണ്. പക്ഷെ അത് തന്ന ദൈവത്തിൻ്റെ കാൽക്കിലേക്ക് വീണു. ഈ മനോഭാവം ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണം. ലഭിച്ച നന്മ സെക്കൻഡറിയാ, അതവിടെ കിടക്കട്ടെ. അത് തന്ന കർത്താവാണ് നമുക്ക് ഒന്നാം സ്ഥാനം. നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത നിത്യജീവൻ. ഇത് പറഞ്ഞു വന്നിട്ടാണ് റോമാ സഭയോട് പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. അപ്പോ ദൈവവചനം നമ്മളോട്, വിശുദ്ധന്മാരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പല നിലയിലുള്ള ഭയമാണ് ദൈവമക്കളെ ഇന്ന് ഭരിക്കുന്നത്. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യോബിന്റെ പുസ്തകം 3:25. കണ്ടോ? ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ഭയപ്പെടരുത് ദൈവമക്കളെ. നമ്മൾ ചുമ്മാ ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് വിചാരപ്പെട്ട് പേടിച്ചിരുന്നാൽ ഒടുവിൽ അത് തന്നെ സംഭവിക്കും. അതൊരു ഉപദേശമായിട്ടോ അതിനിപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള ഉപദേശമായിട്ടൊന്നും അല്ല പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു ഭക്തൻ തനിക്ക് നേരിട്ടത് ഒന്ന് എഴുതി വെച്ചത് വായിപ്പിച്ചെന്നേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. അല്ല ഇപ്പോൾ പേടിച്ചത് കൊണ്ട് ഇനി അങ്ങനെ തന്നെ വരുമെന്ന് ബൈബിളിലൊരു ഉപദേശം ഒന്നും അങ്ങനെയൊന്നുമില്ല. ഭക്തൻ തൻ്റെ അനുഭവം കുറിച്ച് വെച്ചത് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ യോബ് പറയാം, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. അതുകൊണ്ട് ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത് ദൈവമക്കളെ. വിവിധ ഭയമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയപ്പെടരുത്. എന്തൊക്കെ നമ്മൾ ഭയപ്പെടരുത്? സങ്കീർത്തനം 91:5 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 91:5. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കണ്ടോ? രാത്രിയിലെ ഭയത്തെയും പിന്നെ പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ജീവിതത്തിൽ കടന്നു വരുന്ന രാത്രിയുടെ അനുഭവങ്ങൾ, ഇരുട്ടിന്റെ അനുഭവങ്ങൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഭയപ്പെടാനില്ല. എന്തുകൊണ്ട്? ഭക്തൻ പറയും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം പറഞ്ഞു, നീ എൻ്റെ കൂടെ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്, എൻ്റെ കൂടെ ദൈവമുണ്ട്. എൻ്റെ കൂടെ. പൗലോസ് പറയാണ്, ദുരുപദേശങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. സഭയിൽ കടന്നു വന്ന വിപരീത ഉപദേശങ്ങൾക്കെതിരെ ശക്തമായി പോര് പൗലോസ് നടത്തി. ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ പൗലോസ് ഒടുവിൽ എഴുതി വെച്ചത്, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷെ അവിടെ കൊണ്ട് നിരാശപ്പെട്ടില്ല. തൊട്ടടുത്ത വാക്കെന്താ പറഞ്ഞേ? എങ്കിലും കർത്താവ് എനിക്ക് തുണ. ഒരു ദൈവവൈതന്റെ പ്രത്യാശ ഈ ഭൂമിയിൽ ഇടത്തും വലത്തും ആരും നിന്നില്ലേലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഇന്ന് വിശുദ്ധ പകലിൽ ഇങ്ങനെ പറയാം, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ ആര് കൂടെ ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഒരു പ്രോമിസ് തരാം. 4 ISI മാർക്കിട്ട് ഉറപ്പിച്ച് പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ പേരിലാണ് ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ, ഒരു കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഒരു പ്രതികൂലം അനുഭവിക്കുന്നെങ്കിൽ, ആരൊക്കെ ഈ ഭൂമിയിൽ കൈവിട്ടാലും
സ്വന്തം ഭാര്യ യോബിന്റെ നേരെ നോക്കി പറഞ്ഞു, എന്തിനാടോ ഇങ്ങനെ ഭക്തനായിരിക്കുന്ന, പോയി ചത്ത് കളയാൻ പറഞ്ഞപ്പോഴും നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ദൈവം നന്മ തന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒരു കഷ്ടം വരുമ്പോൾ ദൈവത്തെ നോക്കി പെറുപെറുക്കരുത്, അതും സ്വീകരിക്കരുതോ എന്ന് പറഞ്ഞ ഭക്തന്റെ മനസ്സ് പ്രയാസത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ദൈവവചനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ ദൈവം കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ആരൊക്കെ കൈവിടട്ടെ. ഒരു കാര്യം ദൈവവചനപ്രകാരം, പാസ്റ്ററെ ദൈവവചനപ്രകാരം ഇത് തെറ്റാണ്, ഇത് വചനവിരുദ്ധമാണ്, ഇത് നമ്മൾ ചെയ്യുന്നത് യോഗ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സഭ മുഴുവൻ തിരിഞ്ഞിട്ട് ആ പറഞ്ഞയാളെ മഹാഭാവിയാക്കുന്ന ചിത്രമാണ് ഇന്ന് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ തെറ്റാന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ പിന്നെ മഹാഭാവിയായി, അവൻ കൊള്ളരുതാത്തവനായി, അവൻ ഒറ്റപ്പെട്ടവനായി, അവനെ പിന്നെ വേണ്ട. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയാ സംസാരിച്ചത് എന്ന ബോധ്യം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആരൊക്കെ കൈവട്ടെന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം ഒറ്റപ്പെട്ടവന്റെ കൂടെ നിൽക്കും. ഒരു ദൈവദാസൻ, ഒരു അനുഭവം പറയാം. ഒരു ദൈവദാസൻ ഒരു നാട്ടിൽ ഒരു പാവപ്പെട്ട, വലിയ ഡിഗ്രി ഒന്നുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ടി വിയിലും ഫ്ലെക്സിലൊന്നുമില്ല, പാവപ്പെട്ടവൻ വന്നൊരു വീട് വാടകയ്ക്കെടുത്ത് സഭ തുടങ്ങി. പ്രാർത്ഥിച്ചു, ദൈവം വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി. അവിടെ ആത്മാക്കൾ വന്നു, അനേക വിശ്വാസികൾ വന്നു കയറി, വിശ്വാസികളൊക്കെ വന്നു, സഭയുടെ ലെവൽ മാറി, അത്യാവശ്യം നല്ല നിലയിലായി. ഒത്തിരി ആളുകൾ വന്നുകൂടി ദൈവത്തെ ആരാധിക്കാൻ വന്നപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അവിടെ നല്ല ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാരൊക്കെ നല്ല നല്ല ആളുകളൊക്കെ വന്നു. സഭ ഒന്ന് ഡെവലപ്പായി വന്നപ്പോൾ അവരെല്ലാം കൂടെ കമ്മിറ്റി രൂപീകരിച്ചിട്ട് പറഞ്ഞു, ഇത്രയും കാലമായില്ലേ നമുക്ക് ഈ പാസ്റ്റർ, പുള്ളിക്ക് വലിയ ജ്ഞാനമൊന്നും ഇല്ല, വലിയ ഡിഗ്രി ഒന്നുമില്ല, പുള്ളിക്ക് ഇംഗ്ലീഷ് ബൈബിളൊന്നും കൈകാര്യം ചെയ്യാനും അറിയത്തില്ല. ഇപ്പം സ്റ്റാൻഡേർഡ് കൂടിയപ്പോൾ പറഞ്ഞു ഈ പാസ്റ്റർ വേണ്ട. അവസാനം പുള്ളിയോട് പറഞ്ഞു, ഇവിടുന്ന് മാറണം, ഞങ്ങൾക്ക് വേറെ പാസ്റ്ററെ ആക്കണമെന്ന് പറഞ്ഞു. നോക്കണം, ആ ദേശത്ത് വന്ന് അടി കൊണ്ടത് ആ പുള്ളിയാ, BJP-കാരുടെ തല്ല് കൊണ്ടത് ആ പുള്ളിയാ. എന്തെല്ലാം പ്രതികൂലം അനുഭവിച്ച്, കഴിക്കാൻ ആഹാരമില്ലാതിരുന്നിട്ട് ഉപവസിച്ച് 4 തവണ 40 ഇരുന്നു, ഉണങ്ങി പ്രാർത്ഥിച്ച് നേടിയ സഭയാണ്. ആമേൻ. പുള്ളി പറഞ്ഞു, ഓക്കെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. പുള്ളി ആ ആലയത്തിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരു വട്ടം കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞിട്ട് പുള്ളി ആ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട്, എന്നാലും എൻ്റെ കർത്താവേ, ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്നെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞോ എന്ന് ചോദിക്കയിൽ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുക. എടാ, അവരെന്നെ എപ്പോഴേ പുറത്താക്കി, എന്നെ എപ്പോഴേ പുറത്താക്കി, ഞാനില്ലാത്തടത്ത് നിനക്ക് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സന്തോഷത്തോടെ സ്വോത്രം പാടിപ്പോയെന്ന്. ഇന്ന് അനേക സഭകളിൽ കമ്മിറ്റിയുണ്ട്, കർത്താവില്ല. ഉണ്ടെന്നാരും പ്രതീക്ഷിക്കണ്ട. അനേക സഭകളിൽ കർത്താവില്ല, കമ്മിറ്റിയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം, ദൈവവചനത്തിന് വേണ്ടി ഒറ്റയ്ക്കാണെങ്കിലും തൻ്റെ അടുത്തോടെ നിൽക്ക്. ഞാൻ ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടിയാണ് നിന്നത്, വചനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വചനവിരുദ്ധമായ കാര്യത്തിന് ഞാൻ കൈയടിക്കില്ല. വക്രതയുള്ളവനോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു, ക്രമം കെട്ടവരോട് ഞാൻ അകന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നിടത്തോളം ഒറ്റയ്ക്കായിരുന്നാലും, കൂരിരുളിന്റെ താഴ്വര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും എൻ്റെ തലമുറ അത് കണ്ടു പഠിക്കട്ടെ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ വചനത്തിനു വേണ്ടി നിന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി അവരനുഭവിക്കുന്നതെന്ന് എൻ്റെ തലമുറ കണ്ടുപഠിക്കട്ടെ. അവരും ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കട്ടെ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കണം, ഭയപ്പെടരുതെന്ന്. കൂരിരുളിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരും, ഭയപ്പെടരുത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം പറയാം, പഴയ നിയമത്തിലെ ഏതൊരു ഭക്തന്മാരുടെയും ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്. സകല ഭക്തന്മാരോടും ദൈവം സംസാരിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് സൂര്യൻ അസ്തമിച്ച ശേഷമാണ്, രാത്രിയുടെ യാമങ്ങളിൽ. ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ, യാക്കോബ് എവിടെയായിരുന്നു? യാബോക്ക് കടവിൽ. തൻ്റെ ഭാര്യ, തനിക്കുള്ള നന്മ, കന്നുകാലികൾ, സമ്പത്ത്, ആ തനിക്കുള്ളതൊക്കെയും എന്നാണ് പദം, തനിക്കുള്ളതൊക്കെയും അക്കരെ നിർത്തി താൻ ഒറ്റയ്ക്ക് ശേഷിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് മല്ലു പിടിച്ചു. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ദൂതനുമായിട്ട് റെസ്ലിംഗ് നടത്തിയെന്നാ ചിലർ വിചാരിച്ചിരിക്കുന്നത്. റെസ്ലിംഗ് ഒന്നുമല്ല. ഹോശയ പ്രവാചകൻ അതിന്റെ ഇണവാക്യം അപ്പുറത്ത് എഴുതി വെച്ചു, അവൻ കരഞ്ഞ് അവനെ തോൽപ്പിച്ചു. നമ്മുടെ നാട്ടിൽ മലയാളികൾ പറയുന്ന ഒരു പദമുണ്ട്, എടാ ആണുങ്ങൾ കരയരുതെന്ന്, അല്ലേ? നാട്ടിലെ അമ്മമാര് പറയും, എടാ നാണക്കേട്, ആണുങ്ങൾ
കരയരുതെന്ന്. ഇവിടെ ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ കരഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. ആണൊരുത്തൻ ഒരു രാത്രി മുഴുവൻ എന്നെ കരഞ്ഞപ്പോൾ സ്വർഗത്തിന് കണ്ണു മറച്ചു പോകാൻ കഴിഞ്ഞില്ലെന്ന്. അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നാലും കരച്ചിലിന്റെ മുമ്പിൽ, കണ്ണുനീരിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവന്റെ അടുത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ഈ രാവിലെ ഞാൻ ഇങ്ങനെ പറയാം, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. രാത്രിയിലെ ഭയമരുത്, പകല് വരുന്ന അസ്ത്രത്തെ ഭയക്കരുത്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഭയപ്പെടരുത്. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. സ്തോത്രം. പല ആളുകൾ കഴിഞ്ഞ കാലങ്ങളായി പറഞ്ഞിട്ടുണ്ട് മണ്ടനാണെന്ന്. എന്നോട് പറഞ്ഞു, നിങ്ങൾ മണ്ടനാണ്, നിങ്ങൾക്ക് ചന്ത അറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർമാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ചന്ത അറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ അറിയത്തില്ല. എന്താ അതെന്താന്ന് ചോദിച്ചു പറഞ്ഞു, ആമേ, നമ്മൾ ഈ CSIയിലും മർത്തോമയിലൊക്കെ കൺവെൻഷന് വിളിച്ചാൽ നമ്മൾ അവിടെ സ്നാനം മിണ്ടരുത്. മനസ്സിലായോ? അവർ പിന്നെയും വിളിക്കും. പിന്നെ ഈ ബ്രദറുകാരുടെ അടുക്ക ചെന്നാൽ നമ്മൾ വലിയ ബഹളമൊന്നും ഇല്ലാതെ ശാന്തമായി വചനം അങ്ങോട്ട് കൊടുക്കണം. പിന്നെ പെന്തക്കോസുകാരുടെ ഇടയിൽ ചെന്നാൽ നമ്മൾ ഉണർവിൻ്റെ മെസ്സേജ് അങ്ങോട്ട് അടിച്ചു വിടണം, സ്പ്രിങ് നിർത്തണം. ഇങ്ങനെ തരം അനുസരിച്ച് വ്യാപാരം ചെയ്താൽ കുറെ കാലം കൂടെ നിൽക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ചന്തയിലല്ല, ദൈവസന്നിധിയിലാണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. നോക്കേ, ആമേൻ. ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ പുലർത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, മതിയായവനാണ്. ഒറ്റയ്ക്ക് നിന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് രാവിലെ ഞാൻ ആമേൻ, ഭയപ്പെടരുത്. 2 അപ്പോസ്തലപ്രവൃത്തി 18:9. 18:9 വായിച്ചോ. ഇനി എന്ത് ഭയപ്പെടരുത്? രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. ദൈവം നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരാലോചന പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തമ്പുരാന്റെ മുഖത്ത് നോക്കിയും അത് പറയാൻ ഭയപ്പെടരുത്. ആമേൻ. ഏത് രാജാവിന്റെ മുഖത്ത് നോക്കിയും ദൈവം നിന്റെ അടുത്ത് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഭയപ്പെടരുത്. നീ മിണ്ടാതിരിക്കരുത്. കാരണം എന്താ? ലൂക്കോസ് 12:4. ലൂക്കോസ് 12:4. കർത്താവ് പറയാ, എന്താ? ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. നീ പ്രസംഗിക്കാൻ ഭയപ്പെടണ്ട. എന്താ? നിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സകല ആളുകൾക്കും പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഈ ദേഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാ. അതിന്റെ അപ്പുറത്ത് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകനെ അയക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞേൽപ്പിക്കുന്നത്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യമാണ്. 2-ാം അധ്യായം 1 മുതൽ എന്ന് വായിച്ചു നോക്കിയ യെഹെസ്കേൽ 2:1 മുതൽ. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, കേട്ടോ മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. അടുത്തത്, മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യമുള്ളവരത്രേ, അവരുടെ അടുക്കലാണ് ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നെന്ന് നീ അവരോട് പറയണം. അടുത്തത്, കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ. അടുത്ത വാക്ക്, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ആ ജനത്തിന്റെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ അറിയണം. ഈ വാക്ക് നിങ്ങൾ മനസ്സിലിട്ടോണേ. ജനത്തിന്റെ ഇടയിൽ ദൈവം അയച്ച ഒരു പ്രവാചകൻ ഉണ്ടെന്ന് ജനം അറിയണം. അതിനെന്ത് ചെയ്യണം എന്ന് നമുക്ക് പിന്നാലെ കാണാം. തൽക്കാലം ഇത് മനസ്സിലിട്ടോ, പ്രവാചകൻ ഉണ്ടെന്ന് അറിയണം. അടുത്തത്,
നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. നീ മനുഷ്യരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും, കുത്തുന്ന മുള്ളും പറക്കാരെയും നിന്റെ അരികിൽ ഉണ്ടായിരുന്നാലും, തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ വാക്ക് നീ പേടിക്കരുത്. ദൈവത്തിന്റെ അരുളപ്പാട് ഏത് തമ്പുരാന്റെ മുമ്പിൽ അറിയിക്കാനും ഭയപ്പെടരുത്. അടുത്തത്, അവർ മത്സരഗ്രഹമല്ലോ. നീ അവരുടെ വാക്ക് പേടിക്കരുത്. പിന്നെയും പറയുന്നു, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. ചില ഉപദേശങ്ങളൊക്കെ ദൈവസഭയിലോട്ട് പറയുമ്പോൾ ചില കമ്മിറ്റിക്കാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കണ്ണുരുട്ടും. നീ കണ്ണുരുട്ടിയാ ഇവിടെ ഒരു ചുക്കും. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത്. ഇതൊക്കെ എന്നെ ശുശ്രൂഷയിൽ ഇറക്കിയപ്പം ബലപ്പെടുത്തിയ വചനമാണ്. ചിലരൊക്കെ നിന്നെ എന്ത് ചെയ്യും? കണ്ണും തള്ളി നോക്കും. അതൊന്നും കണ്ട എന്ത് ചെയ്യരുത്? പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അടുത്തത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയേണ്ടതിന് നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അപ്പോൾ ആരാ പ്രവാചകൻ? ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുന്നവനാണ് ദൈവവചന പ്രകാരം പ്രവാചകൻ. കണക്റ്റായോ? നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. അടുത്തത്, നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരിക്കാനായിരിക്കരുത്. മതി. അവർ കേട്ടാലും അവർ കേൾക്കാഞ്ഞാലും അവരോട് വചനങ്ങളെ പ്രസ്താവിക്കാം. മതി 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 മതി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മളോട് പറയുന്നത് പൊട്ടനെ പോലെ കയറി നിന്ന് നമ്മൾ പറയുന്നു. എന്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം ഇത് അനുസരിച്ചോണോ എന്ന് നിർബന്ധം പിടിച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേക്കുക എന്നുള്ളതേ നമ്മുടെ ദൗത്യമുള്ളൂ. കേട്ടാലും കേട്ടില്ലേലും അവനവൻ ദൈവമായിട്ട് തീർത്തോണം. പക്ഷെ എനിക്കിത് അറിയത്തില്ലായിരുന്നു കർത്താവ് എന്ന് നാളെ ഒരുത്തനും പറയാനിടവരരുത്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വായിൻ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അപ്പൊ ഒന്ന്, രാത്രിയുടെ അനുഭവങ്ങളെ പേടിക്കരുത്. കൂരിരുളിന്റെ അനുഭവങ്ങളെ പേടിക്കരുത്. രണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് പറയാൻ ഭയപ്പെടരുത്. മൂന്ന്, എബ്രായ ലേഖനം 2:15. എബ്രായർ 2:15 വേഗത്തിൽ. അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണഭയത്തിൽ നിന്ന് ദൈവം വിശുദ്ധന്മാരെ വിടുവിച്ചു. അതുകൊണ്ട് ഈ മരിക്കുമെന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത് ദൈവമക്കളെ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വിളിച്ചാൽ പോണം. വീട്ടിന്റെ മുറ്റത്ത് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ തലയിൽ ഒരു തേങ്ങ വീണാലും എന്ത് ചെയ്യും? പോകും. ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യമല്ലേ. സ്തോത്രം. അപ്പൊ ചിന്തിച്ചേ, നമ്മൾ ഈ ഹൈവേ കൂടെ 100, 110 എന്നും പറഞ്ഞ് അടിച്ചു വിട്ടു പോകുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടാണ്, ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണെന്നൊക്കെ തോന്നിയോണ്ടാണോ നമ്മൾ ജീവനോട്ടിരിക്കുന്നത്? ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു പാണ്ഡിയുടെയോ ഏതെങ്കിലും ബംഗാളിയുടെയോ ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് തുമ്മിപ്പോയാൽ മതി അല്ലേ? നമ്മുടെ കഴിവും ശ്രദ്ധയെല്ലാം അവിടെ തീർന്നു. ഒരുത്തൻ്റെ കണ്ണയിൽ ഒരു പ്രാണി ഒന്ന് കുത്തിയാലും മതി, ഒരു പൊടിക്കാറ്റ് അവൻ്റെ കണ്ണിലോട്ട് അടിച്ചാലും മതി അല്ലേ? തീർന്നു. ഇതൊന്നും സംഭവിക്കാതെ ഈ പട്ടണത്തിൽ ഇത്രയും വർഷം എന്നെ നിങ്ങളെയൊക്കെ ഇവിടെ എവിടെയും പരിപാലിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മരണകരമായ ഒന്നിനെയും നോക്കി ദൈവ കുഞ്ഞുങ്ങൾ ഭയപ്പെടരുത്. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ അല്പം കടുപ്പിച്ച് ആഴത്തി പറഞ്ഞുതരാം. ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ പിന്നിൽ ഓരോ വ്യക്തിക്കും വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ തലയെ കൈവച്ച് പറഞ്ഞ ദൂതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരെയും വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഞാൻ പറയാം, മരണത്തിലൂടെ പോയേച്ച് തിരിച്ചെഴുന്നേറ്റ് വന്ന് നിൽക്കുക ഞാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇനിയും ചില കവലകളിൽ ഞാൻ നിൽക്കേണ്ടത് ദൈവത്തിന് ആവശ്യമുണ്ട്. അല്ലാതെ പിന്നെ എന്നെ കൊണ്ട് വേറെ എന്തോ പ്രയോജനമാണ് ദൈവത്തിനുള്ളത്? ഇനിയും 10 പേരോട് സുവിശേഷം പറയാൻ കർത്താവിനൊരു കയ്യിൽ ഒരു ആയുധമായിട്ട് ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. കുറച്ചുകൂടെയൊക്കെ പറഞ്ഞേച്ച് പോകാം എന്ന് വിചാരിച്ചായിരിക്കും നിർത്തിയേക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 2 സർജറിയും 2 അനസ്തേഷ്യയും കഴിഞ്ഞിട്ട്
ഈ ആകെപ്പാട് 65-70 കിലോ ഉള്ള ഞാൻ പെൻസിൽ പോലെയായി വല്ലാത്തൊരു അവസ്ഥയിൽ കിടന്നിട്ട് ദേ എഴുന്നേറ്റ് വന്ന് വീണ്ടും വചനവുമായിട്ട് നിൽക്കുന്നെങ്കിൽ ഉദ്ദേശമുണ്ട് ദൈവത്തിന്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27:24. 27:24. എന്റെ അടുക്കൽ നിന്ന് ആ, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? പൗലോസേ ഭയപ്പെടരുത്. ദൂതൻ പൗലോസിനോട് വന്നിട്ട് പറഞ്ഞു, ഈ കപ്പൽ ഛേദത്തിലെ പ്രതിസന്ധികളൊന്നും കണ്ട് നീ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. കാരണം ഈ കപ്പൽ യാത്രയുടെ പ്രതികൂലം നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയും തീർക്കത്തില്ല. നിന്നെ കുറിച്ചൊരു വാഗ്ദത്തം ഉണ്ട്. നീ എവിടെ നിൽക്കണം? കൈസറുടെ മുമ്പിൽ നിൽക്കണം. അത് സംഭവിക്കാതെ നീ ഈ ലോകത്ത് നിന്ന് പോകത്തില്ല. ഒരു ഇണവാക്യം കൂടെ തരാം. ലൂക്കോസ് 2-ാം അധ്യായം 25-26. യെരുശലേമിൽ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. അടുത്തത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്തത് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ചത്തോന്ന് അതിനെ പ്രായമായില്ലയോ? പ്രായമായി പിന്നെ എന്നാ ചാകാത്ത? പറ, എന്നാ ചാകാത്ത? എന്നാ പ്രായമാകത്തോണ്ടാണോ ചാവാത്ത പുള്ളി? അല്ല പിന്നെന്താ? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറയാം, ദൈവം നിന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് വിളിച്ചതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു കാര്യം ചെയ്യിക്കാനുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടുഭാഷയിൽ ഇങ്ങനെ പറയാം, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാതെ നിന്റെ തലയെ കൂടെ ലോറി കയറിയാലും നീ ചാകത്തില്ലെന്ന ദൈവവചനത്തിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ വിളിച്ചു പറയാനിടയാണ്. സ്തോത്രം. ഉറപ്പിച്ചോണം. എന്തെല്ലാം പ്രതിസന്ധികൾ വരട്ടെ, എന്നോട് ദൈവം ഇടപെട്ട വാഗ്ദത്തം, എന്നെ വിളിച്ചതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം, അത് നിവർത്തിക്കാതെ എൻ്റെ തലയിൽ കൂടെ പാണ്ടിലോറ് കയറിയാലും ഞാൻ ചാകത്തിലിട എന്നുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് ഭരിക്കണം. പറഞ്ഞതുപോലെ കർത്താവിന്റെ ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ കയ്യിലെടുത്തേച്ച് ആര് മരിച്ചേ? ശിമോൻ മരിച്ചേ. പുസ്തകം പഠിക്കണം. അത് സംഭവിക്കാതെ മരണം കാണുകയില്ലെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടരുത്. ഇനി ഒന്നുകൂടെ പറയാം, പിശാചിനെ ഭയപ്പെടരുത്. ആ പോയിന്റ് ഒന്ന് പറയണം. എന്തെന്നറിയാവോ? ഇന്ന് അനേക പാസ്റ്റർമാർക്കും ജീവിക്കാനുള്ളൊരു ഉപകാരം ആരാ? പിശാച. അതില്ലെങ്കിൽ അനേക പാസ്റ്റർമാർ പട്ടിണിയായാണ്. എന്ത് പറഞ്ഞാ പേടിപ്പിക്കുന്നത്? ഈ പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ പിശാചിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ യോഗം കഴിയുമ്പം വാക്യമെടുത്ത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം. എന്തെങ്കിലും പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. ഈ കൃപയിൽ പെന്തിക്കോസുകാരനാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പെന്തിക്കോസുകാരെല്ലാം കൃപയിലൊന്നുമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിലനിൽക്കുന്നവന് പിശാചുമായിട്ട് എന്ത് ബന്ധം? അവന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവിന്റെ ഉള്ളംകരത്തിൽ വച്ചിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിന്നിലും വസിക്കുന്നു. അവിടെ പിശാചിന് എന്താ റോള്? അതാ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ്, ആരാധിക്കണമെന്നൊക്കെ ഉണ്ട് പാസ്റ്ററെ, പിശാച് സമ്മതിക്കുന്നില്ലെന്നും. പിശാച് സമ്മതിച്ചിട്ട് വേണോ നീ ആരാധിക്കാൻ? ആരാധിക്കാൻ പിശാചിന്റെ സമ്മതം വേണോ വേണ്ടയോ? പറ. ദൈവത്തെ ആരാധിക്കാൻ പിശാചിന്റെ സമ്മതം വേണോ? ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും പിശാചിനെ വിടാൻ പറ്റുന്നില്ല നമ്മുടെ ആളുകൾക്ക്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിവർന്നു നിന്നുകൊണ്ട് പറയാം, പിശാചിന് എൻ്റെ മേൽ ഒരു അധികാരവും ഓടാ. എനിക്ക് കാര്യമുള്ളത് ദൈവമായിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ
എനിക്കൊരു കുറ്റം സംഭവിച്ചാൽ എന്നെ എടുത്ത് നേരെ പിശാചിന് ഇട്ട് കൊടുക്കുകയാണോ ദൈവം ചെയ്യുന്നത്? അല്ല. ദൈവം പറയുന്നത് ദൈവം എന്നെ ബാലശിക്ഷ കഴിക്കും. പിശാചിന് അനുവദിച്ചു കൊടുക്കുന്ന ഘട്ടം എപ്പോഴാന്നും കൂടെ പഠിക്കണം. മക്കളായി നിൽക്കുന്നിടത്തോളം ബാലശിക്ഷയിലൂടെ പോകുന്നത്. മക്കളായി നിൽക്കുന്നിടത്തോളം ഞാൻ ഇവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഉദാഹരണമാണ്. പാസ്റ്റർ മോളെ വടിയെടുത്ത് ചൂരലെടുത്ത് അടിക്കുക. എന്നാ പാസ്റ്റർ കൊച്ചിനെ അടിക്കുന്നതെന്ന് ചോദിച്ചു. അവള് കുരുത്തക്കേട് കണ്ടില്ലേ, അവള് 1000 രൂപ വിലയുള്ള ഗ്ലാസ് അവള് ടേബിളിന്റെ ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ച് പാസ്റ്ററെ അടിക്കാതിരിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അടിക്കുക. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അവിടെ എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുത്തോളൂ. ഉടനെ പാസ്റ്റർ വടി അവിടെ ഇട്ടേച്ച് നിന്നെ കാണിച്ചു തരാടിയെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കുപ്പി വെള്ളം എടുക്കാൻ പോയി. എന്തായാലും പുള്ളി അടിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ചൂരൽ അങ്ങോട്ട് എടുത്ത് അതിൻ്റെ ബാക്കി അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. എടി പൊട്ടിക്കോടി ഞാൻ അടിക്കുക. ഇത് കണ്ടോണ്ട് കുപ്പിയും വെള്ളമായിട്ട് ഇറങ്ങി വരുന്ന അപ്പൻ, കൊച്ചിൻ്റെ അപ്പൻ, കൊടുക്ക് ഭാഷ അവളെ മണ്ടക്കിട്ടെന്ന് പറയോ അതോ കുപ്പി എടുത്ത് എൻ്റെ മണ്ടക്കിട്ട് അടിക്കോ? പറ നിങ്ങൾ പറ. ഇനി പാസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്നെ അടിച്ചില്ലെന്ന് വെച്ചോ. എന്നാലും ഞാൻ ഉദാഹരണത്തിന് പറയും. എന്നാലും എന്താ പറയുക അപ്പൻ? എടാ എൻ്റെ കൊച്ചു തെറ്റ് ചെയ്തെങ്കിൽ അവളെ ശിക്ഷിക്കാൻ അപ്പനായ ഞാനുണ്ട്, ഞാൻ അടിച്ചെന്നിരിക്കും എന്ന് കരുതി വഴിയെ പോകുന്നവർക്കെല്ലാം കയറി അടിക്കാൻ ഇത് പൊതുവക അല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റം സംഭവിച്ചാൽ നമുക്കൊരു പിതാവുണ്ട്. ആ ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കും, നമ്മെ നേരായ പാതയിലേക്ക് കൊണ്ടുവരും. കണ്ടവനും പോന്നവനും കയറി അടിക്കാൻ ഇത് പൊതുവകയല്ല, രക്തം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ ബോധ്യം നമുക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും പിശാചിന്റെ പണ്ടൊരുത്തൻ കിണറ്റിൻകര കിടന്ന് ഉറങ്ങിയപ്പം കഥയാ, കിണറ്റിന്റെ വരമ്പേ കയറി കിടന്ന് ഉറങ്ങിയെന്ന്. പിശാച് വന്ന് ഇവനെ ഒറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടാന്ന്. എന്താ ഇനി നീ ഉറങ്ങി തലയും കുത്തി കിണറ്റിൽ വീണേച്ച് ഞാൻ തെള്ളി കിട്ടെന്ന് പറയാനല്ലേ? കഥയാണെങ്കിലും അതിനകത്തൊരു ഒരു പോയിന്റ് ഉണ്ട്. എന്ത് സംഭവിച്ചാലും നമ്മൾ ആരെ തലയെ കൊണ്ടങ്ങ് വെക്കും? കർത്താവ് എനിക്ക് പറ്റിപ്പോയപ്പാ, എൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റിപ്പോയപ്പാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയപ്പാ, ഞാൻ ദൈവസന്നിധി ഞാൻ മടങ്ങി വരിക അപ്പ എന്ന് പറയാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ ആരെ തലയെ വെക്കും? പോരാട്ടം, ബന്ധനം. ഇതില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നാ. രാത്രിയുടെ മണ്ഡലങ്ങളിൽ ഉറക്കം തരത്തിൽ നിന്ന് വാദിച്ചുകൊണ്ട് ഉറങ്ങാതെ ചെവിക്ക് ചുറ്റും മൂളിപ്പറന്ന് രക്തം കുടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രക്തദാഹിയായ ഈഡിസ് കൊതുകുകളുടെ വ്യാപാരം. കരങ്ങളെ ചേർത്തടിച്ചാൽ കരങ്ങളുടെ ഇടയപ്പെട്ട് കൊതുകുകൾ അമരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിലാകുന്ന ലെവലായി ഇപ്പൊ കാണും. ഇത് പറയാനൊരു ശൈലി വേണമെന്നുള്ളൂ. രാത്രിയുടെ മണ്ഡലങ്ങളിൽ ഉറക്കം തരത്തിൽ നിന്ന് വാദിച്ചു. അല്ല, പണ്ടത്തെ ലോട്ടറി കച്ചവടക്കാരനപ്പ്, തൈല കച്ചവടക്കാരനപ്പ്, എൻ്റെ ദൈവമക്കളെ ഒന്നും മനസ്സിലാക്കേ, നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാചിനങ്ങ് ഒരു റോളും ഇല്ലെന്ന് പോയി പണി നോക്കാൻ പറയുന്നേ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒരു റോളും ഇല്ലെന്ന്, അവന്റെ കയ്യിൽ നിന്ന് വിലക്ക് മേടിച്ചെന്ന്, മക്കളും അവകാശികളുമാക്കി തീർത്തെന്ന്. ഇത്ര വലിയ അപ്പൻ നമ്മുടെ അപ്പൻ. ആ അപ്പന്റെ കണ്ണ് ചിമ്മുന്നില്ല, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ നമുക്ക് പരിപാലകനായിട്ടിരിക്കുമ്പോൾ ആ കണ്ണു വെട്ടിച്ചിട്ട് ഏത് പിശാച് നമ്മളെ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? പിശാചിനെ ഭയപ്പെടരുത്. വാക്യമുണ്ടോ ഭാഷേ? യാക്കോബിന്റെ ലേഖനം 4:7. യാക്കോബിന്റെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടി. കണ്ടോ നോക്ക്, പിശാച് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കൾ കൃപയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മുടെ പിറകെ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ റോളൊന്നുമില്ല. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് ഇവൻ എന്ത് ചെയ്യുക? ചുറ്റി നടക്കുക പിറകെ. എന്തിനാ? ഈ കൃപക്കകത്ത് നിന്ന് നീ പുറത്ത് ചാടിയാൽ നിന്നെ വിഴുങ്ങും. അതിനാ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞേ, ഈ കൃപയിൽ നിലനിൽക്കുകയാണെന്ന ബോധ്യം ഉണ്ടെങ്കിൽ പിശാചിന് നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തിന്റെ മേലോ ഒരു ബന്ധവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽപ്പീൻ. എന്റെ പൊന്നെ, നമ്മൾ നേരെ തല തിരിഞ്ഞാ കിടക്കുന്നത്. എന്തുവാ? ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല. പിശാചെന്ന് കേട്ടാലേ പേടി. ഒന്ന് തിരിഞ്ഞു വാ. ദൈവത്തെ ഭയപ്പെട്, പിശാചിനോട് എതിർത്ത് നിൽക്ക്. ദൈവത്തിന് കീഴടങ്ങ്, പിശാചിനോട്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്.
അപ്പൊ ദൈവ കുഞ്ഞുങ്ങൾക്ക് പിശാചിനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-27 വാക്യങ്ങൾ എന്താ പറയുന്നത്? വായിച്ചേ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, കോപിച്ചാൽ. അപ്പൊ കോപം പാപമാണോ? അല്ല, കോപം പാപമല്ല. പക്ഷെ കോപിച്ചാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. കോപം ജഡത്തിന്റെ പ്രവൃത്തിയാ. കോപം ജഡത്തിന്റെ പ്രവൃത്തിയാ. പിണക്കം ജഡത്തിന്റെ പ്രവൃത്തിയാ. ദേഷ്യം ജഡത്തിന്റെ പ്രവൃത്തിയാ. എന്നാൽ ഇത് നമ്മൾ വെളിപ്പെട്ടാൽ ഇത് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ദൈവത്തിന് വിരോധമായി പാപം ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ വീട്ടിലൊക്കെ നല്ല രീതിയിൽ കോപിക്കും, അല്ലേ? 101-ാം സങ്കീർത്തനം 3-ാം വാക്യം എന്താ പറയുന്നത്? വായിച്ചേ. 101-3. കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. രണ്ടാം വാക്യം വായിച്ചു. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. എല്ലാവരും ആ വാക്യം ഒന്ന് വായിച്ചു. എല്ലാരും വായിച്ചട്ടെ, ഞാൻ ബാക്കി പ്രസംഗിക്കും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. അമ്മാമ വായിച്ചല്ലേ? ഇനി എല്ലാരും വായിക്കണം. എല്ലാരും വായരും. ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. അടുത്ത വാക്കെല്ലാവരും. ഞാൻ എന്റെ വീട്ടിൽ. പക്ഷെ ആ വീട്ടിലെന്നുള്ള പദം ഒന്ന് മാറ്റിയിട്ട് ചർച്ചിൽ എന്നാക്കിയിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ ചർച്ചിൽ ചർച്ചിലെല്ലാം നമ്മൾ മാടപ്രാവ. പക്ഷെ വീട്ടിലോ? അവിടെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ ഞങ്ങളെ പ്രതികൂട്ടിലാക്കാം, നിങ്ങളെ വിടുന്നു, ഞങ്ങളെ പ്രതികൂട്ടിലാക്കാം. ഈ ചില പാസ്റ്റർമാർ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പം നമ്മൾ നൈസായിട്ട് അവരുടെ ഭാര്യമാരുടെ മുഖത്തോട്ട് നോക്കിയാൽ മതി. കൃപയിൽ നിൽക്കുന്ന പാസ്റ്റർമാരാണെങ്കിൽ അവർ പ്രസംഗിക്കുമ്പോൾ ദൈവദാസിമാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥനയോടെ ഇരിക്കും. ചില പാസ്റ്റർമാർ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ഭാര്യമാരുടെ മുഖത്തോട്ട് നോക്കണം. അവർ എന്നാ പെർഫോമൻസാ എല്ലാം കഴിയും. വീട്ടിലെന്നാ കോലമൊന്നും ഞാനല്ലേ കാണും. സ്തോത്രം. വീട്ടിലാണ് യഥാർത്ഥ രൂപം വെളിപ്പെടുന്നത്, അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ. നമ്മളൊന്ന് ചിന്തിച്ച, വീട്ടിൻ്റെ അകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ ആള് വേറെ, ഇവിടെ ദൂതനും അവിടെ ഭൂതവുമായിട്ട് മാറും. അപ്പോൾ നമുക്ക് പറയാണ്, കോപം വരാം, ദേഷ്യം വരാം. അതുകൊണ്ടല്ലേ നമുക്ക് ആ ഓപ്ഷൻ തന്നേ. കോപിച്ചാൽ കോപം വരാം, ജഡത്തിൻ്റെ സ്വഭാവമാണ്. പെട്ടെന്ന് ദേഷ്യം വരാം. എനിക്കും വരുമല്ലോ, എനിക്കും വരും. പക്ഷെ നമുക്ക് തരുന്ന താക്കീത് എന്താ? കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക. അപ്പൊ ദേഷ്യപ്പെട്ടു, ആ ദേഷ്യപ്പെട്ടിട്ട് ഭാര്യയെ ഒരൊറ്റ അടി കൊടുത്താൽ എന്തായി? പാപം ചെയ്തു. സ്വന്തം ശരീരത്തിന് വിരോധമായി, അല്ലേ? ഭാര്യയെ സ്നേഹിക്കുന്നു, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു. ആരെങ്കിലും സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്നാണ് ദൈവവചനം. അപ്പോൾ ഒരൊറ്റ അടി കൊടുത്തു. ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോയി. പാടില്ല. ദൈവവചനം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. എന്താ ഈ ഇടം കൊടുക്കരുതെന്ന് പറയുന്ന പദം? പിശാചിന് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ബന്ധമില്ല എന്ന് പാസ്റ്റർ പറഞ്ഞു. ഇപ്പൊ നമ്മൾ വായിച്ചത് പിശാചിന് ഇടം കൊടുക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെ ഇടം കൊടുക്കുന്നതെന്ന്. ഇപ്പോ നമ്മുടെ ജിജു പറഞ്ഞു ഇരിക്കട്ടെ. പുള്ളിക്കാരൻ ഭാര്യയും മക്കളെയും വീട്ടിൻ്റെ അകത്ത് സേഫ് ആട്ടാക്കി. വലിയ പ്രതിസന്ധിയുണ്ട്, ഒരു വലിയ ബിസിനസ്മാനാണ്, വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പം ഭാര്യയും മക്കളെയും വീട്ടിൻ്റെ അകത്താക്കിയിട്ട് പറഞ്ഞു, ഇച്ചിരി പ്രശ്നത്തിലെവിടാ ഞാൻ പോകുന്നത്, ഒരു കാര്യം ചെയ്യണം, ആര് വന്ന് വിളിച്ചാലും എന്ത് ചെയ്യരുത്, വാല് തുറക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ടും പോരാഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റിയെ തോക്കും കൊടുത്ത് എന്ത് ചെയ്തു? നിർത്തി. അനുവാദമില്ലാതെ ആരകത്ത് കയറിയാലും വെടി വെച്ചേക്കാനുള്ള ഓർഡറും കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. ഈ മനുഷ്യൻ പോയിട്ട് ആ വീട്ടിലേക്ക് ആര് അതിക്രമിച്ച് കയറി തൻ്റെ ഭാര്യയും മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എന്ത് ചെയ്യും? പറ, വെടിവെക്കും. അത്രയും കെയർഫുൾ ആയിട്ടാണ് ഈ മനുഷ്യൻ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഈ സെക്യൂരിറ്റിക്കാരനെ മിണ്ടാതാക്കിക്കൊണ്ട് ഒരാൾക്കകത്ത് കയറാൻ വഴിയുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഒരു വഴിയുണ്ട്.
എന്താ വഴി? പറ. അറിയത്തില്ല. ഒരു വഴിയുണ്ട്, പറയാം. അകത്തുള്ള ആള് വാതിൽ തുറന്നിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെടി വെക്കുവോ? പറ. അകത്തുള്ള ആള് കതക് തുറന്നിട്ട് എന്തുകൊണ്ട് വാ കേറി വാ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വെടി വെക്കുവോ? ഇല്ല. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ബൈബിൾ പറയുന്നു, ഒന്ന്, നിങ്ങളിൽ ഈ ചെറിയവന് ഇടർച്ച വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, നിങ്ങളിൽ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തരുത്, കാരണം അവരുടെ ദൂതൻ സ്വർഗത്തിൽ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും ദൈവം ആരെ ആക്കി വെച്ചിരിക്കുന്നു? ദൂതനെ ആക്കി വെച്ചിരിക്കുന്നു. ഇണവാക്യം എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആമേൻ, ദൂതന്മാരെ കുറിച്ചോ അവർ രക്ഷിക്കപ്പെടുന്നവരെ സേവിക്കുവാനുള്ള സേവകാത്മാക്കളല്ലയോ. അപ്പൊ രണ്ട് വേദഭാഗങ്ങളും പറയുന്നു, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ ആക്കി വെച്ചിരിക്കുന്നു. ഈ ദൂതന്റെ സംരക്ഷണയിൽ നാം ജീവിക്കുമ്പോൾ ഒരു പിശാചും അതിക്രമിച്ച് നമ്മെ അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ ദൂതനെ മൗനമാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന് കസേരയിട്ട് വിളിച്ചു കയറ്റരുത്, ഇടം കൊടുക്കരുത്. മനസ്സിലായോ? അപ്പോൾ ജിജോ ബ്രദർ സ്ട്രോങ് ആയിട്ട് സെക്യൂരിറ്റിയെ വെച്ചിട്ട് പോയി. അപ്പോൾ അകത്ത് ഇരുന്ന ആള് വാതിൽ തുറന്നിട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. ഒരാൾ കയറിയിരുന്നു. ഉടനെ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട്, ഡോ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾ ചോദിക്കും, അത് പറയാൻ താങ്കളാരാ? ഈ വീട്ടുകാരൻ വിളിച്ചിട്ടാ ഞാനിവിടെ ഇരിക്കുന്നത്, ഇനി പോണമെങ്കിൽ ആര് പറയണം? വീട്ടുകാരൻ പറയണം. നമ്മുടെ ജീവിതത്തിൽ കസേരയിട്ട് കയറ്റിയ പല ഇരുട്ടും പുറത്തു പോകണമെങ്കിൽ ഒരു പാസ്റ്റർമാരും ശാസിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിന്റെ അകത്തുനിന്ന് നീ തന്നെ അതിനെ ഇറക്കി വിടണം. നീ തന്നെ ഇറക്കി വിടണം. എൻ്റെ ജീവിതത്തിൽ ഈ പ്രവൃത്തിക്ക് സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ ഈ ഇടപാടുകൾക്ക് സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ ഈ പദങ്ങൾക്ക്, ഈ കാര്യങ്ങൾക്ക്, ഈ യാത്രകൾക്ക്, ഈ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഞാൻ ഇതുമായിട്ട് ബൈ പറയുകയാണ്. വീട്ടുകാരൻ ഇറക്കി വിടണം. പിശാചിന് ഇരിക്കാൻ കസേര ഇട്ട് കൊടുക്കരുത്. അതാ വേദപുസ്തകം പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. അത് കൊടുക്കാത്തിടത്തോളം കാലം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്നിടത്തോളം പിശാചിന് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഇല്ല, ഒരു പിണ്ണാക്കും ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? ഈ ധൈര്യത്തോടെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കുക. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, പിശാച് എന്നെ ഒരു ചുക്കും ചെയ്യുകയില്ല എന്ന ധൈര്യത്തോടെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കാം. പ്രൈസ് അല്ലാഹ്. അതുകൊണ്ട് പറയാണ്, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നു. എഫേസ്യ ലേഖനം 6:11 കൂടെ ഒന്ന് വായിച്ചാട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അവൻ തന്ത്രങ്ങളുമായിട്ട് നിന്റെ അടുക്കൽ വരും. നിന്നെ കൃപയിൽ നിന്നും വീഴ്ത്തിക്കളഞ്ഞാലേ അവന് നിന്റെ മേൽ അധികാരമുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം, മനുഷ്യന്റെ തന്ത്രങ്ങളാലും ചതിയാലും കെണിയാലും പലവിധ ഉപായങ്ങളാലും നീ നിൽക്കുന്ന കൃപയെന്ന് നിന്നെ പിന്മാറ്റക്കാരനാക്കണം. നിന്നെ പിന്മാറ്റക്കാരനാക്കണം. എന്തിന്? നീ പിന്മാറ്റക്കാരനായി പോയാലേ പിശാചിന് നിന്റെ മേൽ ആധിപത്യം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. ഈ കൃപയിൽ നിന്ന് നിന്നെ അകറ്റാൻ ആ പഴയ പാമ്പ് സകല തന്ത്രങ്ങളുമായി നിന്റെ അടുക്കൽ വരും. കൃപ വിട്ടു പോകരുത്. പോയാൽ വേദപുസ്തകം പറയുന്നു, ആമേൻ, ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിക്കുന്ന നായ പോലെയും ആദ്യത്തേനേക്കാൾ ഒടുവിൽ അധികം വഷളായി പോയി, കുളിച്ചിട്ട് ചെളിയിലേക്ക് വീണ്ടും പോകുന്ന പന്നിയെ പോലെയും. നോക്ക്, ചാകര കിട്ടിയപ്പോൾ ആ ചാകര വിട്ടേച്ച് കർത്താവിനെ അനുഗമിച്ച ആളാര്? പത്രോസ്. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പം പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പോവാ? മീൻ പിടിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പദം? മീൻ പിടിക്കാൻ പിന്നെയും പോയപ്പോൾ കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് കരയിൽ ആര് വന്നു? കർത്താവ് വന്നു. അത് കർത്താവാന്ന് കണ്ടപ്പോൾ ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താൻ നഗ്നനാകൊണ്ട് അങ്കിയെടുത്ത് അരയിൽ ചുറ്റി. വായിച്ചിട്ടുണ്ടോ അത്? ആമേൻ. വീണ്ടും പഴയ പണിക്ക് പോയപ്പോൾ ഉടുതുണിയില്ലായിരുന്നു. മനസ്സിലായോ? ഒരിക്കൽ അറിഞ്ഞ സത്യം വിട്ട് തിരിച്ചു പോയാൽ
ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നീ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്ക മടങ്ങി വരും. അതുകൊണ്ട് അറിഞ്ഞ സത്യം വിട്ടും ദൈവകൃപ വിട്ടും ഒരിക്കലും പിന്മാറിപ്പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഭയപ്പെടരുത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇനി ആരെ ഭയപ്പെടണമെന്ന് 1-2 വാക്യവും കൂടെ വായിച്ചേച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശദീകരിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരെ ഭയപ്പെടണം ദൈവമക്കളെ? കൊന്നിട്ട് നരകത്തിൽ എടുത്തിടാൻ കഴിവുള്ള ഒരാളുണ്ട്, അവനെ ഭയപ്പെടണം. പിശാചിനെ ഭയപ്പെടണ്ട. അയ്യോ, നിങ്ങളുടെ ഒരു ബന്ധനമുണ്ട്, പണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ബന്ധനമാണ്, ഇതൊന്നും പറഞ്ഞ് കേട്ട് എന്ത് ചെയ്യണ്ട. ഞാൻ ഇപ്പോഴും ഓർക്കുക, സലാലയിൽ പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക വന്നു. പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്ന. ഞാൻ പറഞ്ഞ സന്തോഷം, വാന്ന് പറഞ്ഞു. അപ്പം നല്ല സൗന്ദര്യമുള്ള ഒരു യുവാവ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇവനെ കണ്ടാൽ ഒരു പ്രാകൃതനെ പോലെ ഇരിക്കുക. ആകെ വല്ലാത്തൊരു. എന്തു പറ്റി സഹോദരൻ, എന്താ പ്രാർത്ഥന വിഷയം? എൻ്റെ പൊന്നു ഭാഷേ, കുറേ വർഷമായി പ്രവാസ ജീവിതം, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, നാട്ടിലൊരു കടക്കാടം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുക. അതിനാ നല്ല കാര്യം. അങ്ങനെ കൃപയാൽ പ്രാർത്ഥിച്ച് ഇത്രയും വർഷം ഈ മരുഭൂമിയെ കിടന്ന് അധ്വാനിച്ച് ഒരു വസ്തു മേടിച്ചു. ഓക്കെ. അവിടെ വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? പ്രമാണം വെച്ച് ലോണും എടുത്തു. ഓക്കെ. വീട് പണിയാൻ വേണ്ടി ഒരു പാസ്റ്ററെ വസ്തുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഈ വസ്തുവിൽ എന്തുണ്ട്? ബന്ധനം തീർന്നില്ലേ? പണ്ടെങ്ങാണ്ട് ഈ പ്രോപ്പർട്ടിയിൽ ഹിന്ദുക്കളുടെ കയ്യിലിരുന്നു, അവരിവിടെ കോഴിയെ അറുത്തു, പലവിധമാകുന്ന മന്ത്രവാദങ്ങൾ നടത്തി, അങ്ങനെ പല ബന്ധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ദൈവപൈതൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വീട് വെക്കാൻ പാടില്ല. കുഴഞ്ഞു. അവസാനം പുള്ളി എന്ത് ചെയ്തു? വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. ആരും ഒട്ട് മേടിക്കുന്നുമില്ല. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു? ലോണും എടുത്തു. മാസം ഇതെന്ത് ചെയ്യണം? അടയ്ക്കുകയും വേണം. ആകെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ വന്നിരിക്കുക മുമ്പിൽ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, വേദപുസ്തകത്തിൽ തല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവിക്ക് ഞാനിപ്പോൾ അടിച്ചേനെന്ന് പറഞ്ഞു. എന്നാ വർഷം? ഞാൻ പറഞ്ഞു, എത്ര വർഷമായി പ്രവാസ ജീവിതത്തിൽ? 15 വർഷം. ഞാൻ ചോദിച്ചു, 15 വർഷം നീ താമസിച്ചത് ആരുടെ വീട്ടിലാ? നിങ്ങൾ പ്രവാസികളല്ലേ, നിങ്ങൾക്കറിയാലോ. ആരുടെ കെട്ടിടമൊക്കെ? അറബിയുടെ. അറബി ഏതാ ജാതി? ഉണ്ടെന്നില്ല ആരും. ഞാൻ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവനാ. ഒരു കെട്ടിടം വെക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനിൽ എന്തിടുമെന്ന് എനിക്കറിയാം. ഓരോ കോർണറിലും എന്ത് വെക്കുമെന്ന് എനിക്കറിയാം. എന്തെല്ലാം പരിപാടി ഒരു വീട് കെട്ടിപ്പൊങ്ങുന്നതിനിടയ്ക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതെല്ലാം ചെയ്ത് വെച്ച് ഉണ്ടാക്കിയ കെട്ടിടത്തിൽ 15 വർഷം നീ ജീവിച്ചിട്ടും ഈ ഹൈവേ കൂടെ തേരാപ്പാര വണ്ടി ഓടിച്ചിട്ടും ഒരു പോറൽ വരാതെ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന് ഈ കടല് കടന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ കർത്താവ് പറയും, അയ്യോ അങ്ങോട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, കേരളമല്ലേ, ഞാൻ അങ്ങോട്ട് വരത്തില്ല. ആണോ? ഇവിടെ 15 വർഷം കൺമണി പോലെ സൂക്ഷിച്ച ദൈവത്തിന് നിന്നെയും കുടുംബത്തെ അവിടെ സൂക്ഷിക്കാൻ പറ്റാത്തൊരു ദൈവത്തെയാണോ സേവിക്കുന്നത്? മര്യാദയ്ക്ക് പോയി പ്രാർത്ഥിച്ച് വീട് വെക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ദൈവത്തെ ഭയപ്പെടുക, പിശാചിനെ പേടിക്കരുത്. പിശാചിന് നമ്മുടെ മേലൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പക്ഷെ കൃപ നിൽക്കണം. കുരുത്തക്കേട് കാണിച്ചേച്ച് അടി മേടിച്ചാൽ. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവൻ സഭയിലിരിക്കുന്നു, മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ അവനെ ജഡത്തിൽ ശിക്ഷ വിധിക്കേണ്ടതിന് വിട്ടുകൊടുത്തു. അത് വേറെ. മടങ്ങി വരാതിരുന്നാൽ ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനാ? ആത്മാവ് രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ശരീരത്തിൽ 2 കൊട്ട് കിട്ടിയിട്ടെങ്കിലും ഇവൻ മടങ്ങി വരട്ടെന്ന് വിചാരിച്ച് ഏൽപ്പിച്ചു കൊടുക്കും. ആ തലത്തിലേക്കൊന്നും കൊണ്ട് എത്തിക്കാതെ കൃപയ്ക്കകത്ത് നിൽക്കുക. മനസ്സിലായോ? അപ്പൊ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. പിന്നെന്ത് ഭയപ്പെടണം? അപ്പോസ്തലപ്രവൃത്തി 10:35 കൂടെ വായിച്ചോ, ഇടവാക്യം 10:35. ഇനി വാക്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തുക. അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ അഥവാ ദൈവത്തെ
ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പൊ 2 വാക്യം ചേർത്ത് വെച്ചോ. ആരെ ഭയപ്പെടണം? അവനെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം, പിശാചിനെ ഭയപ്പെടരുത്. വീണ്ടും 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുള്ളൂ. അപ്പം അടുത്തൊരു ഭയം വേണം, ജീവിത വിശുദ്ധിയിൽ ഭയപ്പെട്ടോണം. ഞാൻ വിശുദ്ധ ജീവിതത്തിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഭയം എപ്പോഴും നമ്മളെ ഭരിക്കണം. പിശാചിനെ പേടിക്കണ്ട, നമ്മുടെ ജീവിതത്തെ ഭയപ്പെടണം. കാരണം നമ്മുടെ ജീവിതമാണ് ആരാധന. നമ്മുടെ ജീവിതമാണ് ആരാധന. ഞായറാഴ്ച വന്ന് നമ്മൾ 2 പാട്ട് പാടുന്നതല്ല ആരാധന. നാം വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. നമ്മൾ ഈ വെള്ളിയാഴ്ച വന്ന് ചെയ്യുന്ന എന്താ? കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ നടത്തിയതിനും സൂക്ഷിച്ചതിനും പരിപാലിച്ചതിനും പോറ്റിപ്പുലർത്തിയതിനും ഒക്കെ ദൈവത്തിന് നന്ദി കൊടുക്കുക എന്നുള്ള കർത്തവ്യത്തിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ കൊണ്ട് ആരാധന, ഈ കതക് തുറന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ആരാധന തീരുകയല്ല, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് ഭയപ്പെട്ടോണം. 2 കൊരിന്ത്യർ 12:20-21. അടുത്തൊരു ഭയം വേണം. എന്താ? 2 കൊരിന്ത്യർ എന്നെ കാണുകയും ചെയ്യുമോ എന്നും, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമ എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അടുത്തൊരു ഭയം നമുക്കുണ്ടാകണം. എന്താ? മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഭയപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ബലഹീനതകൾക്കും തക്കവണ്ണം ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നാം വന്നിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. പിശാചിനെ പേടിക്കണ്ട. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്നുപോയ വിഷയങ്ങളിൽ ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ചിട്ടുണ്ടോ? ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയിൽ. അടുത്ത വാക്ക്, ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും എന്നാണോ? ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും, അങ്ങനാണോ? അല്ലല്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ എന്ത് ലഭിക്കും? നമ്മളെല്ലാ ആഴ്ചയിലും എന്ത് പറയും? ഏറ്റു പറയും. പക്ഷേ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ അവിടെ. യോ കർത്താവേ, ഞാൻ ലവനുമായിട്ട് ചാറ്റ് ചെയ്തത് തെറ്റായിപ്പോയി, ലവളുമായിട്ട് ചാറ്റ് ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ അറിവില്ലായ്മയായി കണ്ട് എന്നോട് ക്ഷമിക്കണം. വെള്ളിയാഴ്ച വന്ന് ഏറ്റു പറഞ്ഞിട്ട് ശനിയാഴ്ച വീണ്ടും ഉപേക്ഷിച്ചോ? ഇല്ല. ഭയപ്പെടണം. മാനസാന്തരം ശരിയായി നടക്കുന്നില്ലെങ്കിൽ ഭയപ്പെടണം. പിശാചിനെ പേടിക്കണ്ട. ഗലാത്യലേഖനം 4:11 പൗലോസ് ഭയപ്പെടുന്നു. നിങ്ങൾ ദിവസം, നമ്മൾ എടുത്തതാ, അതുകൊണ്ട് അത് എടുക്കണ്ട. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഞാൻ. വീണ്ടും ഒരു ഭയം. എന്താ ഭയം? അനാചാരങ്ങളെ വിട്ടിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. പണ്ട് അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ, അനാചാരങ്ങളൊക്കെ ജീവിതത്തിൽ എവിടെങ്കിലും ശേഷിക്കുന്നെങ്കിൽ, ഒരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ ഉടനെ കന്നിമൂല നോക്കാൻ പോന്നെങ്കിൽ ഭയപ്പെടണം. അതൊക്കെ പഴയതായിരുന്നു. പഴയത് വിട്ടിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. എബ്രായ ലേഖനം 4:1 വായിച്ച് പുസ്തകം അടയ്ക്കാം. എബ്രായ ലേഖനം 4:1. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല. വായിച്ചു എബ്രായർ 4:1. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അല്ലല്ലോ. 4:1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ, അവന്റെ സ്വസ്ഥതയിൽ നിത്യതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. എന്തിനു ഭയപ്പെടണം? നിത്യതയെ കുറിച്ച് ഓർത്ത്. അത് കിട്ടാതിരിക്കാതെ പോകുമോ ദൈവമേ എന്നോർത്ത് ഭയപ്പെടണം.
ആ വാഗ്ദത്തത്തിൽ, ആ സ്വസ്ഥതയിൽ ഞാൻ പ്രവേശിക്കുമോ കർത്താവേ? അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്നോർത്ത് ഭയപ്പെടണം. നിത്യതയെക്കുറിച്ച് ഓർത്തൊരു ഭയം ഉണ്ടാകണം. പിശാചിനെ പേടിക്കണ്ട. ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഇന്ന് മുതലെങ്കിലും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയാം, ഇനിയെങ്കിലും പിശാചിനെ പേടിക്കല്ലേ. വിട്ടുകളാ. അവൻ്റെ കാര്യം നമ്മുടെ ഇടയിൽ സംസാരിക്കുക പോലും വേണ്ട. അവൻ എന്തിനു കൊള്ളാം, വിട്ടുകളാ. അവനെ നമ്മുടെ ഇടയിൽ വേണ്ട. അവനെക്കുറിച്ചുള്ള സബ്ജക്റ്റ് വേണ്ട, അവന് വിട്ടുകളാ. ഇതിപ്പോൾ നമ്മുടെയൊക്കെ സഭകളിൽ 1 മണിക്കൂർ പ്രസംഗം എടുത്താൽ അതിൻ്റെ അകത്ത് 40 മിനിറ്റും ആരാ? കർത്താവിനെ പോലും ഇത്രയും പ്രൊജക്റ്റ് ചെയ്യത്തില്ല. പ്രൊജക്റ്റ് ചെയ്യുന്ന മുഴുവൻ ആരെയാ? ഓ, നിന്റെ നന്മയെ മുടക്കി വെച്ചിരിക്കുന്ന പിശാച്. പിന്നെ പിശാച് ഇപ്പോൾ ബാങ്കിൽ കയറി നിന്റെ പൈസയുടെ മേലെ കയറിയിരിക്കുക, മുടക്കി വെച്ചേക്കാം. പിന്നെ അല്ലാതെ പിശാച് നന്മയെ മുടക്കി വെച്ചിരിക്കും. ഓ, പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ മനുഷ്യർക്ക് മുഴുവൻ കോടിക്കണക്കിന് കിടക്കുക. അപ്പോഴവൻ നിന്റെ ഒരു കെട്ടുപണത്തിന്റെ മേലെ കയറിയിരിക്കുന്നു. പിശാചിനെ ഭയപ്പെടല്ലേ ദൈവമക്കളെ. നമ്മുടെ ദൈവത്തെ ഒന്ന് ഭയപ്പെടുക. നമ്മുടെ കർത്താവിനെ ഒന്ന് ഭയപ്പെടുക. നിത്യതയോർത്തൊന്ന് ഭയപ്പെടുക. മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുക. എന്ത് ഭയപ്പെടരുത്, എന്ത് ഭയപ്പെടണം, ഇത് നമ്മൾ ശാന്തമായി കേട്ടു. ദൈവത്തെ ഭയപ്പെടാം. കണ്ണുകൾ അടയ്ക്കാം.